നമസ്കാരം. പ്രതിദിന എഡിറ്റോറിയൽ വിശകലന പരിപാടി ബിഗ് എഡിറ്റോറിയലിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൽ നിയമ പോരാട്ടം തുടരുമെന്ന് ഡോക്ടർ KJ റീന. റീനയ്ക്ക് നൽകിയത് ഡി പ്രൊമോഷൻ അല്ലെന്നാണ് ആരോഗ്യമന്ത്രി K മുരളീധരന്റെ വാദം. കാലാവധി കഴിഞ്ഞ സാഹചര്യത്തിലാണ് ഡോക്ടർ KJ റീനയെ മാറ്റിയതെന്നും സർക്കാർ വാദിക്കുന്നു. സ്ഥലം മാറ്റത്തിന് നടപടിക്രമങ്ങൾ പാലിച്ചില്ലെന്നും 15 ദിവസത്തെ അവധിക്ക് അപേക്ഷിച്ചില്ലെന്നും ഉൾപ്പെടെയുള്ള റീനയുടെ വാദങ്ങൾ അംഗീകരിച്ചായിരുന്നു അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ സർക്കാർ നടപടി സ്റ്റേ ചെയ്തിരുന്നത്. റീനയുടേത് സ്വാഭാവിക സ്ഥലം മാറ്റമാണെന്ന സർക്കാർ വാദവും ട്രിബ്യൂണൽ അന്ന് സ്വീകരിച്ചിരുന്നില്ല. സംസ്ഥാനത്ത് പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിലാണ് ആരോഗ്യവകുപ്പിന്റെ തലപ്പത്തെ ഈ കസേരകളി വിവാദം. ആർക്കെന്ത് നേട്ടം? ഇന്നത്തെ ബിഗ് എഡിറ്റോറിയലിൽ പങ്കെടുക്കുന്നത് എഡിറ്റോറിയൽ ബോർഡ് അംഗങ്ങളായ എക്സിക്യൂട്ടീവ് എഡിറ്റർമാർ S. വിജയകുമാർ, ജോഷി കുര്യൻ, സീനിയർ കോർഡിനേറ്റിംഗ് എഡിറ്റർ അപർണ കുറുപ്പ്, കോർഡിനേറ്റിംഗ് എഡിറ്റർ ലക്ഷ്മി പത്മ എന്നിവരാണ്. ആദ്യം S. വിജയകുമാറിലേക്ക് പോവുകയാണ് ഞാൻ. S. വിജയകുമാർ, എന്താണ് ശരിക്കും ഈ സർക്കാർ ഉദ്ദേശിക്കുന്നത്? ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ ഇഷ്ടപ്പെട്ടയാളെ കൊണ്ടുവരുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഇഷ്ടമില്ലാത്തയാളെ മാറ്റുന്നതിന് വേണ്ടി എത്ര ദിവസങ്ങളാണ്, വിലപ്പെട്ട ദിവസങ്ങളാണ് പകർച്ചവ്യാധി പ്രതിരോധത്തിൽ ഈ സർക്കാർ പാഴാക്കിയത്? സത്യത്തിൽ ഒരു സർക്കാർ പുതുതായി വരുമ്പോൾ ആ സർക്കാരിന് താല്പര്യമുള്ള ഉദ്യോഗസ്ഥരെ പ്രധാനപ്പെട്ട പദവികളിലേക്ക് കൊണ്ടുവരിക എന്നതിൽ അസ്വാഭാവികതയില്ല. ഇത് നാട്ടുനടപ്പാണ്, കാലങ്ങളായി സംഭവിക്കുന്നതാണ്. ഇവിടെയും യഥാർത്ഥത്തിൽ അങ്ങനെ ഒന്ന് സംഭവിച്ചു എന്ന് വേണമെങ്കിൽ നമുക്കതിനെ വിലയിരുത്താം. ആരോഗ്യ വകുപ്പിലൊക്കെ ഇത്തരം മാറ്റങ്ങൾ സാധാരണഗതിയിൽ സംഭവിക്കുന്നതാണ്. അതിന് കാരണമായി സർക്കാർ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട സംഗതി, അത് ഈ ശബരിമല ഡ്യൂട്ടിയുമായി ബന്ധപ്പെട്ട് ഡോക്ടർമാരെ അനുവദിക്കാൻ കഴിയില്ല എന്ന് ഈ ഉദ്യോഗസ്ഥ സർക്കാരിനെ അറിയിക്കുന്നു. അത് ഔദ്യോഗികമായി അല്ലെങ്കിൽ അത് പരസ്യപ്പെടുത്തുന്നു. ഇതും സത്യത്തിൽ നാട്ടിൽ നടക്കുന്ന കാര്യമാണ്. ശബരിമല ഡ്യൂട്ടിക്ക് ഡോക്ടർമാരെ അയക്കാൻ കഴിയില്ല, ഡോക്ടർമാരുടെ ക്ഷാമമുണ്ട്. അവിടെ പോകുന്ന ഡോക്ടർമാരാണെങ്കിൽ അവർക്ക് അതിൻ്റെ അലവൻസ് കിട്ടുന്നില്ല എന്നവർ പരാതിപ്പെടുന്നു. ഇക്കാര്യമൊക്കെ ദേവസ്വം വകുപ്പിനെ, ദേവസ്വം ബോർഡിനെയും ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെയും ഒക്കെ അറിയിക്കുന്നത് സ്വാഭാവികമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണോ ഈ ഉദ്യോഗസ്ഥയെ മാറ്റിയത് എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെയാണ് എന്നാണ് മന്ത്രി മറുപടി പറയുന്നത്. അപ്പോൾ രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഏതെങ്കിലും തരത്തിൽ ഒരു രാഷ്ട്രീയ ഒരു പുതിയ ഭരണ സംവിധാനം വരുമ്പോൾ ഉദ്യോഗസ്ഥ തലത്തിൽ അഴിച്ചുപണി നടക്കാറില്ലേ? ഉണ്ട്. അതിൽ അസ്വാഭാവികതയില്ല. പോലീസിൽ നടക്കാറുണ്ട്, അതുപോലെ നമ്മുടെ സെക്രട്ടേറിയറ്റിൽ നടക്കാറുണ്ട്. ഈ പറയുന്ന വിവിധ സംഘടനാ നേതാക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫറിൽ ഇടപെടാറുള്ളതൊക്കെ ഓരോ പുതിയ സർക്കാർ വരുമ്പോൾ അത്തരം ഇടപെടൽ നടക്കുന്നതൊക്കെ നാട്ടുനടപ്പാണ്. അത് ഇത്രയും വലിയ നിയമപ്രശ്നമൊക്കെയായി മാറുന്നത് എങ്ങനെ എന്നതാണ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം. മറ്റൊന്ന്, കേരളത്തിന്റെ അവസ്ഥ എന്താണെന്ന് നമുക്ക് പരിശോധിച്ചാൽ അറിയാം. ഇന്ന് ആരോഗ്യവകുപ്പ് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിലും കേരളത്തിൽ 10-15 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഷിഗല്ല അവിടെ നിൽക്കട്ടെ, പകർച്ചപ്പനി കണക്കെടുക്കുന്നതിനപ്പുറത്തേക്ക് നമ്മുടെ കേരളത്തിൽ പകർച്ചപ്പനി പടരുകയാണ്. എല്ലാ ആശുപത്രികളിലും ഡോക്ടർമാർക്ക് ചികിത്സിക്കാൻ കഴിയാത്ത തരത്തിൽ ഈ പകർച്ചപ്പനി ബാധിതരുടെ എണ്ണം കൂടുകയാണ്. അപ്പോൾ അങ്ങനെ കേരളം ഒരു പനിക്കിടക്കയിലാണോ എന്ന് സംശയിക്കുന്ന അവസ്ഥയാണ് കേരളത്തിലുള്ളത്. അതിനിടയിൽ ഉന്നത ഉദ്യോഗസ്ഥരെ മാറ്റേണ്ടതുണ്ടായിരുന്നോ, അല്ലെങ്കിൽ ആ നിലയിൽ അഴിച്ചുപണി നടത്തേണ്ട സമയം ഇതാണോ എന്ന ചോദ്യം ആരോഗ്യവകുപ്പിന് നേരെയുണ്ട്. അപ്പോൾ എന്താണ് ആരോഗ്യവകുപ്പിന്റെ പ്രയോറിറ്റി? ആരോഗ്യവകുപ്പിന്റെ പ്രയോറിറ്റി ഈ പറയുന്ന ഉദ്യോഗസ്ഥരെ മാറ്റി അവരവർക്ക് താല്പര്യമുള്ള, ആരോഗ്യമന്ത്രിക്ക് താല്പര്യമുള്ള ആളുകളെ കൊണ്ടുവന്നിരുത്തലാണോ ഇപ്പോഴത്തെ പ്രയോറിറ്റി? അല്ല, ഒരു കാരണവശാലും അതാകരുത്. കേരളത്തിൽ അടിയന്തരമായി നൽകേണ്ടത്, അടിയന്തരമായി ഇടപെടേണ്ട ആരോഗ്യവകുപ്പിന്റെ എത്രയോ പ്രശ്നങ്ങളുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിപ്പ ബാധിത മേഖലകളിൽ ഇപ്പോൾ അവിടെ ആ ഇടപെട്ട് ഒരു നിയന്ത്രണ വിധേയമാണ് എന്ന് ഉറപ്പുവരുത്തിയിട്ടുണ്ട്. പകർച്ചപ്പനി വലിയ തോതിൽ പിടിമുറുക്കുന്നുണ്ട്. അപ്പോൾ അടിയന്തരമായി ഇടപെടേണ്ട അത്തരം മേഖലകൾ ഉണ്ടായിട്ടും അതിലിടപെടാതെ സാങ്കേതിക കാരണങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടി ഒരു ഏകോപനത്തിന് ചുമതലയുള്ള ഉദ്യോഗസ്ഥയെ മാറ്റുക എന്നതിനാണ് ആദ്യത്തെ അതിന് സർക്കാരിന്റെ പ്രയോറിറ്റി ലിസ്റ്റിൽ, ആരോഗ്യവകുപ്പിന്റെ പ്രയോറിറ്റി ലിസ്റ്റിൽ അതായിരുന്നോ എന്ന ചോദ്യം ഉയരുന്നുണ്ട്. അവിടെയാണ് നാട്ടുകാർ ഈ ചോദ്യങ്ങൾ ഉയർത്തുന്നത്. ആരോഗ്യവകുപ്പിനോട് ഞങ്ങളുടെ പനി കുറയ്ക്കാൻ, ഞങ്ങൾക്ക് മരുന്ന് തരാൻ, ഞങ്ങളെ നോക്കാൻ ഡോക്ടർമാരെ വെക്കേണ്ടതിന് പകരം നിങ്ങൾ രാഷ്ട്രീയം കളിച്ചോ വകുപ്പ് മന്ത്രി എന്ന ചോദ്യം അവിടെയാണ് ഉയരുന്നത്. സുജയ.
ഓക്കെ, എസ് വിജയകുമാർ, അപർണ കുറിപ്പിലേക്ക് വന്നാൽ അപർണ, ഇപ്പോൾ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നത് ജനം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെ റീന പറയുന്ന കാര്യങ്ങളും മാധ്യമങ്ങളിലൂടെ ജനങ്ങളുടെ ശ്രദ്ധയിലേക്ക് വരുന്നുണ്ട്. ഇവിടെ സ്റ്റേ കൊടുത്ത ഉത്തരവ് അതിന്റെ ഒരു മെറിറ്റിലേക്ക് പൂർണ്ണമായും കോടതി കടന്നിട്ടുണ്ടെന്ന് നമുക്ക് കരുതാൻ കഴിയുമോ? അതിന്റെ എങ്ങനെയാണ് സാങ്കേതികമായി കാര്യങ്ങൾ പോയത് എന്നത് മാത്രമല്ലേ കോടതി പറഞ്ഞതിൽ നിന്ന് വായിച്ചെടുക്കേണ്ടത്? സ്വാഭാവികമായിട്ടും ഒരു പകർച്ചവ്യാധി സമയമാണ്. ഒരു സർക്കാർ എടുക്കുന്ന ഒരു തീരുമാനത്തിന് കോടതി ഒരു മെറിറ്റിലേക്ക് ചിലപ്പോൾ കടക്കാതെയും അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത് അതൊരു ബെറ്റർ ഒരു സംസ്ഥാനത്തിന് വേണ്ടിയുള്ള ഒരു തീരുമാനം ആകാം. അതായിരിക്കാം സംഭവിച്ചിട്ടുണ്ടാവുക. പക്ഷേ എന്തുകൊണ്ട് ഇങ്ങനൊരു തീരുമാനത്തിലേക്ക് UDF ഗവൺമെന്റ് കടന്നു? അത് എപ്പോഴും നമുക്കറിയുന്നത് പോലെ ഏത് മുന്നണി മാറുമ്പോഴും നെട്ടോട്ടം ഓടിക്കുന്നതൊക്കെ പോലീസുകാരെയാണ്. പക്ഷേ ആരോഗ്യ മേഖലയിൽ ഇത്തവണ മറ്റ് ചില കാണാത്ത ചില കഥകൾ കൂടിയുണ്ട്. അത് വളരെ വ്യക്തമാണ്. കോവിഡ് കാലത്ത് ഡോക്ടർ റീന എന്ന് പറയുന്നത് UDFന്റെയും കോൺഗ്രസിന്റെയും കണ്ണിലെ കരടായിട്ടിരുന്ന ഒരാളാണ്. കോവിഡ് കാലം ഉണ്ടാകുന്ന സമയത്ത് അന്ന് ഈ കോവിഡിനെ വളരെ ഫലപ്രദമായിട്ട് പ്രതിരോധിക്കാനും അല്ലെങ്കിൽ തടയിടാനും ഒക്കെ കഴിഞ്ഞു എന്ന് ഇടത് സർക്കാർ അവകാശപ്പെടുന്ന ഒരു സമയത്ത് ലോകാരോഗ്യ സംഘടനയടക്കം അന്ന് വലിയ അഭിനന്ദനങ്ങളൊക്കെ കൊടുത്ത സമയത്ത് PR സ്റ്റണ്ട് എന്ന് വിളിച്ചവരാണ് കോൺഗ്രസിന്റെ നേതാക്കൾ. ആ കാലത്ത് മരണസംഖ്യ പൂഴ്ത്തിവെക്കുക എന്നുള്ള ഒരു വ്യാജ നിർമ്മിതി ആ സമയത്തുണ്ടായി. ആരോഗ്യവകുപ്പ് അങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള വലിയൊരു ആരോപണം ഉണ്ടായി. അപ്പോൾ അങ്ങനെയല്ല, അത് കൃത്യമായിട്ടുള്ള ചില ഡാറ്റകൾ കൊണ്ടുവന്ന് പ്രതിപക്ഷ ആരോപണങ്ങൾ തള്ളിക്കൊണ്ട് അത് TV ചാനലുകളിലൊക്കെ വന്ന് അതിനെ പൊളിച്ചടുക്കിയത് ഡോക്ടർ റീനയാണ്. സ്വാഭാവികമായിട്ടും അന്ന് തന്നെ ഡോക്ടർ റീനയ്ക്കെതിരെ വലിയ വിമർശനങ്ങൾ കോൺഗ്രസ് നേതാക്കന്മാരുടെ ഭാഗത്തുനിന്നുണ്ടായതുണ്ട്. ഇതിപ്പോൾ പൊട്ടിമുളച്ച കാര്യമല്ല, അന്ന് തൊട്ടേ അത് കണ്ടതാണ്. അതുകൊണ്ട് തന്നെ തൃശ്ശൂർ DMO ആയ സമയത്ത് ഒരു ഫണ്ട് വകമാറ്റൽ ആരോപണവും അന്ന് ഡോക്ടർ റീനയ്ക്കെതിരെ UDF കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇതിനെല്ലാം ശേഷമാണ് അന്ന് ഐസൊലേഷൻ വാർഡിൽ സജ്ജമാക്കിയ PP കിറ്റുകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ ഇത് ആദ്യത്തെ കാര്യമല്ല. അപ്പോൾ പക്ഷേ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ, വിജയകുമാർ പറഞ്ഞ പോലെ തന്നെ, ഇങ്ങനെ വലിയ പകർച്ചവ്യാധി വരുന്ന സമയത്ത് കോവിഡ് കാലത്ത് പോലും തെളിയിച്ച ഒരു പ്രൊഫഷണലിനെ ഈ രീതിയിലേക്ക് ഹ്യൂമിലേറ്റ് ചെയ്തുകൊണ്ട് സ്ഥലം മാറ്റുകയാണെന്ന് പറയുന്നിടത്ത് വല്ലാത്ത ഒരു രാഷ്ട്രീയ പകപോക്കലുണ്ട് എന്ന് പറയാതെ വയ്യ. ജോഷി കുര്യൻ, ഇതൊരു പകപോക്കലായി കരുതാൻ കഴിയുമോ? രണ്ട് രീതിയിലാണ് ഇതിനെ കാണേണ്ടത്. അതിലൊന്നാമത്തെ കാര്യം ഈ റീനയുടെ സ്ഥലമാറ്റവുമായി ബന്ധപ്പെട്ടുള്ളതാണ്. നേരത്തെ വിജയകുമാർ പറഞ്ഞതുപോലെ തന്നെ ഒരു പകർച്ചവ്യാധി പറന്നു പിടിക്കുന്ന ഒരു സമയത്ത് ആ തസ്തിക ഉണ്ടായിരുന്ന ഒരാളെ ഇത്ര പെട്ടെന്ന് ആ തസ്തികയിൽ നിന്ന് മാറ്റേണ്ടുന്ന കാര്യം ഉണ്ടായിരുന്നു എന്നുള്ളൊരു ചോദ്യമാണ്. രണ്ടാമത് അവർ ട്രൈബ്യൂണലിൽ പോകുന്നു, അവർക്ക് അനുകൂലമായ ഒരു ഉത്തരവ് സമ്പാദിക്കുന്നു. പിന്നീടുണ്ടായ ഈ കസേരകളി ഉണ്ടല്ലോ, ആ കസേരകളി സത്യത്തിൽ ഈ സർക്കാരിൻ്റെ ആരോഗ്യവകുപ്പിന് മേൽ വലിയൊരു കരിനിഴൽ വീഴ്ത്തി എന്നുള്ളത് സത്യമാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് കഴിഞ്ഞ ശനിയാഴ്ചയോ മറ്റുമാണ് ഈ പനി പ്രതിരോധ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് ഒരു യോഗം വിളിച്ചിരുന്നു. ഈ പറയുന്ന റീനയുടെ നേതൃത്വത്തിലല്ല, പുതുതായി വന്ന DHSന്റെ നേതൃത്വത്തിൽ. പക്ഷേ ഈ കസേരകളി അവിടെ ഉണ്ടായ പ്രശ്നങ്ങളുടെ ഒക്കെ പശ്ചാത്തലത്തിൽ ആ പനി പ്രതിരോധ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുള്ള യോഗം പോലും ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ഉപേക്ഷിക്കേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. നമ്മളൊരു യുദ്ധകാലാടിസ്ഥാനത്തിൽ പനിയെ പ്രതിരോധിക്കാൻ, ഷിഗല്ലയെ പ്രതിരോധിക്കാൻ, നിപ്പയെ പ്രതിരോധിക്കാൻ, ഡെങ്കിപ്പനിയെ പ്രതിരോധിക്കാൻ, എലിപ്പനിയെ പ്രതിരോധിക്കാൻ ഒക്കെ തന്നെ നാടൊട്ടാകെ യത്നിക്കുമ്പോഴാണ് ഈ കസേരകളിയുടെ പേരിൽ സത്യത്തിൽ ഒരു നാണക്കേട് സംസ്ഥാന സർക്കാരിനുണ്ടായത്. അതിൽ സംസ്ഥാന ആരോഗ്യമന്ത്രി കുറച്ചുകൂടി ഇടപെടേണ്ടതായിരുന്നു. കാരണം ഇങ്ങനൊരു സാഹചര്യം ഉണ്ടാക്കാൻ ശ്രമിക്കേണ്ടതായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത്, പക്ഷേ അങ്ങനെ നിൽക്കുമ്പോഴും ഈ ആരോഗ്യവകുപ്പ് മുഴുവൻ പരാജയമാണ് എന്ന നിലയിൽ ഇതിനെ വ്യാഖ്യാനിക്കുന്നത്. അതായത് മഴക്കാല ഈ പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ ഈ പനിക്കാലത്തോട് ഈ UDF സർക്കാർ പരാജയപ്പെട്ടു എന്നുള്ള നിലപാടിനോട് എനിക്ക് യോജിപ്പില്ല. അതിൻ്റെ ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ഈ സർക്കാർ അധികാരമേറ്റിട്ട് ഒരു മാസമേ ആയിട്ടുള്ളൂ. ഈ മഴക്കാല പൂർവ്വ ശുചീകരണം ഒക്കെ നടത്തേണ്ടത് തദ്ദേശ സ്ഥാപനങ്ങളോ അല്ലെങ്കിൽ മുൻ സർക്കാരുകളോ ആയിരുന്നു. അതിൻ്റെ പഴി, അത് നടത്താതെ പോയതിൻ്റെ പഴി മുരളീധരൻ്റെ തലയിൽ വെക്കുന്നതിനോട് യോജിപ്പില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ലക്ഷ്മി പത്മ, ഇപ്പോൾ മുരളീധരൻ 2 വകുപ്പുകളാണ് കൈകാര്യം ചെയ്യുന്നത്. ആ വകുപ്പുകൾക്കിടയിലെ ട്രോളുകളൊക്കെ കണ്ടിട്ടുണ്ടാകുമല്ലോ. അപ്പോൾ ആ വകുപ്പുകൾക്കിടയിൽ ഈ കോർഡിനേഷനിൽ വന്നിട്ടുള്ള കുറെ അപാകതകൾ, അതുപോലെ തന്നെ അതിനിടയിൽ തന്നെ നടന്നിട്ടുള്ള ചില ലക്ഷ്യം വെച്ചുള്ള നീക്കങ്ങൾ, അതൊക്കെ കൂടി പുറത്തു വരികയല്ലേ ഇപ്പോൾ കോടതി കയറുമ്പോഴും? സുജയ്, ഇതിനകത്ത് ജോഷി പറഞ്ഞ പോലെ പൂർണ്ണമായും മുരളീധരനെ നമുക്ക് കുറ്റം പറയാതെ മാറി നിൽക്കാൻ കഴിയില്ല. മുരളീധരൻ ചോദിച്ചെടുത്ത വകുപ്പാണെന്നറിയാം, ആരോഗ്യ വകുപ്പ്. അപ്പോൾ മുൻ സർക്കാരിന്റെ കാലത്ത് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. മുൻ സർക്കാരിന്റെ കാലത്തെ പ്രശ്നങ്ങൾ പറഞ്ഞു തന്നെയാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് വലിയ പ്രചാരണം നടത്തുകയും വോട്ട് നേടുകയും ഒക്കെ ചെയ്തത്. വലിയ ആക്ഷേപം ഉയർന്നത് ആരോഗ്യ വകുപ്പിനെതിരെയായിരുന്നു.
അപ്പോൾ അക്കാര്യങ്ങൾ വരുമ്പോൾ കുറച്ചുകൂടി ജാഗ്രതയോടെ തുടങ്ങണമായിരുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഈ കസേരകളി തുടക്കം തന്നെ ഉണ്ടായത്, അതും ഈ ഒരു പകർച്ചവ്യാധി സമയത്ത് കസേരകളി ഉണ്ടായത് ഒട്ടും ഭൂഷണമല്ല. അതിൽ ശ്രദ്ധിക്കാമായിരുന്നു. മാത്രമല്ല, ആ ഉദ്യോഗസ്ഥ 15-ാം തീയതി വരെ അവധി ചോദിച്ചതിന് 15 ദിവസം അവധി എന്ന് ആ ട്രാൻസ്ഫർ ഉത്തരവിൽ തന്നെ എഴുതി വെക്കുകയാണ്. പിന്നീടാണ് അത് തിരുത്തി ഇറക്കേണ്ടി വരുന്ന സാഹചര്യം വരുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഒരു തെറ്റിദ്ധാരണ, റീനയെ പോലെ ഒരു ഉദ്യോഗസ്ഥയെ തെറ്റിദ്ധാരണാജനകമായ രീതിയിൽ അവർക്കെതിരെ വാർത്തകൾ പ്രചരിപ്പിക്കുന്ന നിലയിൽ ആരോഗ്യ വകുപ്പിൽ നിന്ന് തന്നെ കാര്യങ്ങൾ ഉണ്ടാവുകയാണ്. ആ ഉത്തരവിൽ പോലും അത് എഴുതി വെക്കുന്നു. മാത്രമല്ല, നിപ്പ ഫലം അറിയിക്കുന്നതിൽ അവർ വീഴ്ച വരുത്തി എന്ന് പറഞ്ഞു തുരപ്പൻ പണി കാണിക്കുന്നു എന്ന് പറഞ്ഞ് ആരോഗ്യമന്ത്രി തന്നെ പറയുകയാണ്. അപ്പോൾ അദ്ദേഹം ഒരു റീനയെ പോലെ DHSന്റെ പദവിയിലിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥയെ കുറിച്ച് സംസാരിക്കുമ്പോൾ കുറച്ചുകൂടി ആ ബഹുമാനത്തോടു കൂടി സംസാരിക്കണം. അദ്ദേഹം ഏത് പൊസിഷനിലാണ് ഇരിക്കുന്നതെന്ന് ആലോചിക്കണം. അദ്ദേഹം ഒരു മന്ത്രി കസേരയിലാണ് ഇരിക്കുന്നത്. കഴിഞ്ഞ ദിവസമൊക്കെ സഭയിൽ പറഞ്ഞത് എത്ര വൃത്തികെട്ട പരാമർശങ്ങളാണെന്ന് നമ്മൾ കണ്ടതാണ്. ഒരു ആരോഗ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് നമ്മളത് പ്രതീക്ഷിക്കുന്നതേ ഇല്ല. പ്രത്യേകിച്ച് ഈ ഒരു പാൻഡമിക് കാലത്ത് അദ്ദേഹം ശ്രദ്ധിക്കേണ്ടത് എന്താണ് ശരിക്കും? അല്ലാതെ അഞ്ചു കൊല്ലം വീണമീട്ടലായിരുന്നു, 5 കൊല്ലം ട്രോളർ റീലിറക്കലായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എങ്ങനെയാണ് അദ്ദേഹത്തിന് ഈ ഗൗരവതരമായ ഒരു സിറ്റുവേഷനിൽ ഇങ്ങനെ സംസാരിക്കാൻ കഴിയുന്നതെന്ന് അത്ഭുതം തോന്നിപ്പോയി. മാത്രമല്ല, ഇവിടെ പ്രശ്നം ഇപ്പോൾ DHSന്റെ കസേരയിൽ നിന്ന് ഇവരെ ഈ രീതിയിൽ അപമാനിച്ചു പറഞ്ഞു വിട്ടത് തന്നെയാണ്. റീന തുടർ നിയമ പോരാട്ടങ്ങളിലേക്ക് നീങ്ങും എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ട്രിബ്യൂണലിൽ ആ കേസ് നിലനിൽക്കുകയാണ്. ട്രിബ്യൂണൽ ഒരു പക്ഷേ റീനയ്ക്ക് അനുകൂലമായാണ് വിധി പുറപ്പെടുവിക്കണമെങ്കിൽ അത് സർക്കാരിന് വലിയ തിരിച്ചടിയാവുകയും ചെയ്യും. പ്രത്യേകിച്ചും 1-2 കാര്യങ്ങൾ കൂടി ചൂണ്ടിക്കാട്ടാനുണ്ട് സുജയ. അത് ഈ DHSന്റെ കാര്യത്തിൽ മാത്രമല്ല ഇവിടെ വീഴ്ച സംഭവിച്ചിരിക്കുന്നത്. 4 ജില്ലകളിൽ ഈ പാൻഡമിക് കാലത്ത് 4 ജില്ലകളിൽ DMOമാരില്ല, മെഡിക്കൽ ഓഫീസർമാരില്ല. അത് കോഴിക്കോട്, കാസർഗോഡ്, വയനാട്, മലപ്പുറം ജില്ലകളിൽ ഇല്ല എന്ന വസ്തുത കൂടിയുണ്ട്. അവിടെയും ഈ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ പറഞ്ഞിട്ടുള്ള ഒരു കസേരകളിയിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത് എന്നും സംശയമുണ്ട്. ബാക്കി കാര്യങ്ങൾ ചർച്ച വരുമ്പോൾ പറയാം സുജയ. സംസ്ഥാന സർക്കാരിന്റെ നേട്ടങ്ങളെ അല്ലെങ്കിൽ കോട്ടങ്ങളെ പെട്ടെന്ന് അടയാളപ്പെടുത്താൻ കഴിയുന്ന വകുപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ അത് ആരോഗ്യ വകുപ്പാണ്. കഴിഞ്ഞ 2ാം പിണറായി വിജയൻ സർക്കാരിന്റെയും 1ാം പിണറായി വിജയൻ സർക്കാരിന്റെയും ആരോഗ്യ മന്ത്രിമാർ തമ്മിലുള്ള താരതമ്യമടക്കം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് വന്നതാണ്. KK ശൈലജ ആരോഗ്യമന്ത്രിയായിരുന്ന 1ാം പിണറായി വിജയൻ സർക്കാർ, അതുപോലെ വീണ ജോർജ് ആരോഗ്യമന്ത്രിയായിരുന്ന 2ാം പിണറായി വിജയൻ സർക്കാർ. ഇതിൽ ഒരു സർക്കാരിനെ ഏറ്റവും കൂടുതൽ പഴി കേൾപ്പിക്കാൻ കഴിയുന്നത് ആരോഗ്യ വകുപ്പിനാണ് എന്നത് വ്യക്തമായതും അതുപോലെ തന്നെ നേട്ടങ്ങളുടെ പട്ടികയിൽ കോവിഡ്, നിപ്പ പ്രതിരോധങ്ങളിലൊക്കെ എങ്ങനെ ഒരു വകുപ്പിന് കാര്യക്ഷമമായി ഇടപെടാൻ കഴിയുമെന്നത് ആ കാലത്ത് ആ പ്രതിസന്ധികൾ ഒരു തരത്തിൽ KK ശൈലജ എന്ന ആരോഗ്യമന്ത്രിക്ക് ഗുണമായി വന്നു. അവരെ കോവിഡ് റാണി അടക്കമുള്ള പല കാര്യങ്ങളിൽ പരിഹസിച്ചു എങ്കിൽ പോലും അപ്പോൾ താരതമ്യപ്പെടുത്തി നോക്കിക്കഴിഞ്ഞാൽ KK ശൈലജയ്ക്കാണ് കൂടുതൽ കൈയടികൾ കിട്ടിയത്. വീണ ജോർജിന് തന്റേതല്ലാത്ത കാര്യങ്ങളുടെ പേരിൽ പോലും ഒരുപാട് അടി ഏൽക്കേണ്ടി വന്നു. ഇവിടെ നോക്കൂ, ഇവിടെ ആരോഗ്യമന്ത്രിയായി നമ്മുടെ K മുരളീധരൻ വന്നതിന് ശേഷം 1 മാസമേ ആയിട്ടുള്ളൂ. ആ 1 മാസത്തിനിടയിൽ എത്ര പാളിച്ചകളാണ് ഉണ്ടായിരിക്കുന്നത്, എത്ര വീഴ്ചകളാണ് ഉണ്ടായിരിക്കുന്നത്. അല്ലെങ്കിൽ അത് നേരിട്ട് മന്ത്രിയുടെ വീഴ്ചയാണോ എന്ന് ചോദിച്ചാൽ സിസ്റ്റമിക് എറർ, അതിന് ഉത്തരവാദി മന്ത്രി കൂടിയാണ്. കാരണം മന്ത്രിയാണല്ലോ ആ വകുപ്പ് ഹെഡ് ചെയ്യുന്നത്. അപ്പോൾ അതിന് താഴെ മാറ്റങ്ങൾ കൊണ്ടുവരണം. ഒരുപാട് പ്രതീക്ഷയുണ്ട് K മുരളീധരനിൽ. പക്ഷേ ഇവിടെ ഈ വിഷയത്തിൽ ഉണ്ടായിരിക്കുന്ന കാര്യങ്ങൾ, ഡോക്ടർ KJ റീനയുടെ സ്ഥലം മാറ്റം സ്റ്റേ ചെയ്തുകൊണ്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന്റെ ഉത്തരവ് ഇപ്പോൾ ഹൈക്കോടതി റദ്ദാക്കിയതോടുകൂടി സർക്കാരിന്റെ സ്ഥലം മാറ്റ നടപടി ശരിവെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനി ഡോക്ടർ റീന പോകേണ്ടത് എറണാകുളത്തെ റീജിയണൽ പബ്ലിക് ഹെൽത്ത് ലാബിലെ ഡയറക്ടറായിട്ടാണ്. അപ്പോൾ ഡോക്ടർ V മീനാക്ഷി ഇപ്പുറത്ത് വരികയും ചെയ്യും. അപ്പോൾ കോടതി ഈ കേസിന്റെ മെറിറ്റിലേക്കൊന്നും കടന്നിട്ടില്ല. ട്രൈബ്യൂണലിലേക്ക് വീണ്ടും ഈ കേസ് പോകും. ഡോക്ടർ KJ റീന നിയമപരമായ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നാണ് ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. ഇതിന്റെ പശ്ചാത്തലത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ എവിടെ മുതലാണ് ഈ ഉടക്ക് തുടങ്ങുന്നത്? അതായത് മന്ത്രി കൃത്യമായി അപ്ഡേറ്റഡ് ആയിട്ടല്ല ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നത് എന്ന വിമർശനം, അതൊരു ചൊരുക്കിലേക്കൊക്കെ പോയിട്ടുണ്ട്. അത് നമുക്ക് ഈ ദിവസങ്ങളിലെ പ്രതികരണങ്ങളിൽ നിന്ന് വ്യക്തമായി തന്നെ മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ വ്യക്തിപരമായി അല്ലെങ്കിൽ ഒരു പാർട്ടിക്ക് അല്ലെങ്കിൽ ഒരു ഭരണകക്ഷിക്ക് താല്പര്യമില്ലാത്തയാളാണ് ഒരു ഉദ്യോഗസ്ഥയായി ഇരിക്കുന്നതെങ്കിൽ അവരെ എടുത്തങ്ങ് മാറ്റുക. അത് എല്ലാ സർക്കാരും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നഡാടെ UDF സർക്കാർ ചെയ്യുന്നുവെന്നല്ല, LDF സർക്കാരിന്റെ കാലത്തും ഇത് സംഭവിച്ചിട്ടുണ്ട്. വിവിധ വകുപ്പുകളെ നമ്മൾ കണ്ടിട്ടുണ്ട്. എത്ര ട്രാൻസ്ഫറുകൾ ഒരേ സർക്കാരിന്റെ കാലയളവിൽ നേരിടേണ്ടി വന്ന IAS-കാരടക്കം നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇതുകൊണ്ട് എനിക്ക് ചോദിക്കാനുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ, ഇതുകൊണ്ട് സാധാരണ ജനത്തിന് നഷ്ടമാകുന്നത്, അവർക്ക്
വേണ്ടി അവർ തെരഞ്ഞെടുത്ത സർക്കാർ നിർവഹിക്കേണ്ട ഉത്തരവാദിത്തങ്ങളിൽ നിന്നുള്ള ഒരു കാര്യക്ഷമമായ ഇടപെടലാണ്. പകർച്ചവ്യാധി പ്രതിരോധമടക്കം എത്രത്തോളം പാളി, മഴക്കാല പൂർവ്വ ശുചീകരണത്തിൽ വിവിധ വകുപ്പുകളുമായി തദ്ദേശ വകുപ്പുമായിട്ടൊക്കെ ചേർന്ന് പല കാര്യങ്ങളും ചെയ്യാനുണ്ടായിരുന്നു. അതൊന്നും ചെയ്തിട്ടില്ല. ഇത്തവണ എത്ര മാത്രം പകർച്ചപ്പനി ബാധിച്ച ആളുകൾ ഓടിയെത്തി. അപ്പോഴൊക്കെ ഇവിടെ കസേരകളി നടക്കുകയായിരുന്നു. ഇങ്ങനെയല്ല ഒരു സർക്കാർ പോകേണ്ടത്. അത് ഇനിയെങ്കിലും തിരിച്ചറിഞ്ഞ് തിരുത്താൻ കഴിയണം. അതവിടെ ഡോക്ടർ വി മീനാക്ഷി വരുന്നോ അല്ലെങ്കിൽ ഡോക്ടർ KJ റീനോ വരുന്നോ എന്ന് കരുതിയല്ല. ആ കസേര എന്ന് പറയുന്നത് അത് ജനത്തെ സെർവ് ചെയ്യാനുള്ള ഒരു കസേരയാണ് എന്നുള്ളത് ഓർക്കണം എന്നതാണ് ഈ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത്. ചർച്ചയിലേക്ക് ലക്ഷ്മി. സുജയ, ഈ റീനയുടെ അവധി അത് തന്നെ ആദ്യം ഈ പറഞ്ഞ പോലെ അത് വളരെ പരിഹാസ്യമാണ്. 2.5 ദിവസമാണ് അവർ അവധി ചോദിച്ചത്. കോവിഡ് കാലത്തിറക്കം ഞാൻ മനസ്സിലാക്കുന്ന അവരുടെ മകളുടെ മറ്റോ വിവാഹം കോവിഡ് സമയത്തായിരുന്നു. ആ സമയത്തൊക്കെ വളരെ ഊർജ്ജസ്വലമായി ജോലി ചെയ്ത, വളരെ ഡെഡിക്കേറ്റഡ് ആയി ജോലി ചെയ്ത ഉദ്യോഗസ്ഥയാണ്. മാത്രമല്ല അവരുടെ മൈക്രോബയോളജി പശ്ചാത്തലമുള്ള ഡോക്ടറാണ്. അതുകൊണ്ട് തന്നെ മൈക്രോബയോളജിസ്റ്റ് കൂടിയായിട്ടുള്ള അവരുടെ സേവനം നിപ്പയുടെ കണ്ടെത്തലിലടക്കം നിപ്പ കാലത്തടക്കം വളരെയധികം പ്രയോജനപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ മുൻകാലങ്ങളിൽ പല ആരോഗ്യ മന്ത്രിമാർക്കും, ഇപ്പോൾ KK ശൈലജയെ പോലുള്ള ആരോഗ്യ മന്ത്രിമാരൊന്നും ഇവരോട് അത്ര നല്ല ടേംസിലായിരുന്നില്ല എന്ന് കേട്ടിട്ടുണ്ട്. എങ്കിൽ പോലും അവരെ തള്ളിപ്പറയാൻ തയ്യാറാകാത്തതിന്റെ കാരണം അവരുടെ എഫിഷ്യൻസി തന്നെയാണ്. അങ്ങനെ ഡെഡിക്കേറ്റഡ് ആയി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥയെ കുറിച്ച് പുതിയ ആരോഗ്യമന്ത്രി വന്ന് തുരപ്പം പണി കാണിച്ചു എന്നൊക്കെ പറയുന്നതാണ് ഇവിടെ ഏറ്റവും പ്രശ്നമുള്ള കാര്യം എന്ന് എനിക്ക് തോന്നിയത്. ഇവിടെ വെറുതെ തഗ് ഡയലോഗ് അടിക്കാൻ വേണ്ടി, കുറച്ച് യൂട്യൂബിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ വൈറലാകാൻ വേണ്ടിയിട്ട് ഈ യുവ കോൺഗ്രസ്സുകാരൊക്കെ ഏറ്റെടുക്കാൻ വേണ്ടിയിട്ടാണോ ഇത്തരം പരാമർശങ്ങൾ ഇങ്ങനെ നടക്കുന്നത് എന്ന് തോന്നിപ്പോവുകയാണ്. കെ മുരളീധരൻ എന്ന് പറയുന്നത് പക്ഷെ ആരെയും അധിക്ഷേപിച്ചത് കൊണ്ടല്ലോ ആ പൂക്കി സ്ഥാനത്തേക്ക് VD സതീശൻ എത്തിച്ചേർന്നത്. അങ്ങനെയല്ലല്ലോ. പക്ഷെ ഇവിടെ എന്താണ്, അധിക്ഷേപിച്ചുകൊണ്ടാണ്. കഴിഞ്ഞ ദിവസം തന്നെ വീണ ജോർജിനെതിരെ പറഞ്ഞ കാര്യം ഒന്ന് ആലോചിക്കൂ. വീണ ജോർജ് അതിന് കറക്റ്റ് മറുപടി പറയുന്നുണ്ട്. 1 മാസത്തിനകം 87 പകർച്ചവ്യാധി മരണങ്ങളുടെ കാര്യം പറയുമ്പോൾ അതിന് മറുപടിയില്ല. അപ്പൊ പറയുന്നത് തെരഞ്ഞെടുപ്പിൽ തോറ്റ് ജനം വീട്ടിലിരുത്തി ഇവരെന്തിനാ പറയുന്നതെന്നാണ്. അങ്ങനെയാണെങ്കിൽ കെ മുരളീധരന് എന്തെങ്കിലും ഈ കാലത്തോളം പറയാൻ പറ്റുമായിരുന്നു. ഏറ്റവും പരിഹാസ്യമായ രീതിയിൽ മന്ത്രിസ്ഥാനത്തിരുന്ന് തോറ്റ് വീട്ടിലിരുന്ന ആളാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിന് എങ്ങനെയാണ് ഒരു തെരഞ്ഞെടുപ്പ് പരാജയത്തെ പെട്ടെന്ന് ജയിച്ച് മന്ത്രിയാകുമ്പോൾ മന്ത്രിസ്ഥാനത്ത് പറയാൻ പറ്റുന്നത്? ഈ ജനാധിപത്യത്തിൽ 2 സൈഡും കാണണം. ലക്ഷ്മി, വീണ ജോർജ് മന്ത്രിയായി ആ മന്ത്രിയുടെ സർക്കാർ മൊത്തത്തിൽ തോറ്റത്. പരാജയങ്ങൾ ഉണ്ടാകുക കേരളത്തിൽ അങ്ങനെയല്ല. മന്ത്രിസ്ഥാനത്ത് ഉറപ്പുള്ള മന്ത്രിസ്ഥാനത്തിരുന്ന് വടക്കാഞ്ചേരി ഉപതെരഞ്ഞെടുപ്പിൽ തോറ്റതിന്റെ അത്രയും വരില്ല സുജയ ഒരു പരാജയവും. ഇത് പാർട്ടി മുഴുവൻ കൂടെ ഉണ്ടായിട്ടും തോറ്റിരിക്കാം. അപ്പോൾ എങ്ങനെയാണ് പറയാൻ പറ്റുന്നത് വീട്ടിൽ പോയി ഇരിക്കുന്നവര് ഇതിനെ കുറിച്ചൊന്നും പറയരുതെന്ന്? അതെങ്ങനെ പറയാൻ പറ്റും? അല്ല, ലക്ഷ്മി പറയുന്ന മുഴുവൻ കാര്യങ്ങളോടും എനിക്ക് യോജിപ്പില്ല. കെ മുരളീധരൻ്റെ പരാമർശങ്ങളോടൊന്നും എനിക്ക് യോജിപ്പില്ല. ഈ റീനയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കെ മുരളീധരന് കുറച്ചുകൂടി ഇടപെടാമായിരുന്നു എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. പക്ഷെ അപ്പോഴും കെ മുരളീധരൻ എന്ന ആരോഗ്യമന്ത്രിയെ നമുക്ക് അങ്ങനെ അങ്ങ് പൂർണ്ണമായി വിലയിരുത്താൻ പറ്റുന്ന സമയം, അതായത് നിങ്ങളൊരു പരാജയമാണ് എന്ന് പറയാൻ പറ്റുന്ന സമയമായിട്ടില്ല. ആരോഗ്യവകുപ്പിനെ മുഴുവൻ നിങ്ങളൊരു പരാജയമാണ് എന്ന് പറയാൻ പറ്റുന്ന സമയമായിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ വിലയിരുത്തൽ. കാരണം ഞാൻ ഇപ്പോഴും പറയുന്നു, 1 മാസമേ ആയിട്ടുള്ളൂ. അതായത് ഈ മെയ് 18 ശേഷമാണ് സംസ്ഥാനത്ത് ഒരു പുതിയ ഭരണം നിലവിൽ വന്നത്, പുതിയ മന്ത്രിസഭ നിലവിൽ വന്നത്. നമ്മൾ ഈ മഴക്കാലത്തുണ്ടാകുന്ന പനി എന്ന് പറയുന്നത് എന്താണ്? അത് ഈ പറയുന്ന ഡെങ്കിപ്പനിയാണ്, അല്ലെങ്കിൽ എലിപ്പനിയാണ്, അല്ലെങ്കിൽ ഈ പറയുന്ന ഈ മഴക്കാല ജന്യ രോഗങ്ങളാണ്. ഇവയുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്ന് മുതലാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങേണ്ടത്? അത് ഈ പറയുന്ന നവംബർ ഡിസംബർ മാസങ്ങളിലൊക്കെ തന്നെയായി തദ്ദേശ സ്ഥാപനങ്ങൾ വഴി തുടങ്ങേണ്ട പ്രവർത്തനങ്ങളാണ്. ആ തദ്ദേശ സ്ഥാപനങ്ങൾ വഴി പ്രവർത്തനങ്ങൾ നടന്നില്ല. ഇപ്പോൾ എന്തായിരുന്നു? കഴിഞ്ഞ ഒക്ടോബർ നവംബർ ഡിസംബർ മാസങ്ങളിലായി തദ്ദേശ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പായിരുന്നു. ആ തദ്ദേശ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിന്റെ ആലസ്യത്തിലായിരുന്നു കേരളമൊട്ടാകെ തന്നെ. അപ്പോൾ എന്താ സംഭവിച്ചത്? ഈ നാട്ടിലെന്നും കാര്യമായ പ്രവർത്തനങ്ങളൊന്നും തന്നെ നടന്നില്ല. തദ്ദേശ സ്ഥാപനങ്ങളാണല്ലോ ഈ പറയുന്ന ക്ലീനിങ് അല്ലെങ്കിൽ
അല്ലെങ്കിൽ ഈ പറയുന്ന ഈ മഴക്കാല പൂർവ്വ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ജലജന്യ രോഗങ്ങളൊക്കെ പടരാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ മുൻകരുതലൊക്കെ സ്വീകരിക്കേണ്ടത്. അവരത് ചെയ്തില്ല. അതിനുശേഷം എന്താണ് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വിട്ടാൽ പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആലസ്യത്തിലേക്ക്, അതിന്റെ തിരക്കിലേക്ക് എല്ലാവരും പോയി. അപ്പോൾ എന്താ സംഭവിച്ചത്? ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ആ മാർച്ചൊക്കെ ആയപ്പോഴത്തേന് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നു. ഏപ്രിൽ ആയപ്പോൾ തെരഞ്ഞെടുപ്പ് വന്നു. മെയ് ആയപ്പോൾ ഈ പറയുന്ന വോട്ടിങ്ങിന്റെ ഇതിലേക്ക് പോയി. ആ സമയത്തൊക്കെ സംഭവിച്ചത്, ആ സമയത്ത് ഭരണത്തിലുണ്ടായിരുന്ന ഇടതുമുന്നണി ഈ തദ്ദേശ സ്ഥാപനങ്ങളെ കൊണ്ട് ഇത് ചെയ്യിക്കുന്നതിൽ, ഈ പ്രവർത്തനം നടത്തുന്നതിൽ പരാജയപ്പെട്ടു എന്നുള്ളതാണ്. പ്രധാനമായും ഈ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളൊക്കെ തന്നെ നടത്തുന്നത് ഏപ്രിൽ മെയ് മാസങ്ങളിലാണ്. ഈ നവംബർ ഡിസംബർ തുടർച്ചയായി ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് ഏറ്റവും അധികം പ്രവർത്തനം നടന്നത്. പക്ഷേ ഈ ഏപ്രിൽ മെയ്യിൽ എന്താ സംഭവിച്ചത്? ഈ ഏപ്രിൽ മെയ്യിൽ കേരളം ഒട്ടാകെ തന്നെ തെരഞ്ഞെടുപ്പിന്റെ ചൂടിലായിരുന്നു. തദ്ദേശ സ്ഥാപനത്തിന്റെ ഈ ചുമതല വഹിക്കുന്ന ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ആളുകളൊക്കെ തന്നെ എവിടെയായിരുന്നു? അവരൊക്കെ തന്നെ തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്തായിരുന്നു. ഇതിന് നേതൃത്വം കൊടുക്കേണ്ട തദ്ദേശ വകുപ്പോ അവരും പ്രചാരണ മുഖത്തേക്ക് പോയി. അതുകൊണ്ട് കേരളത്തിലൊട്ടാകെ തന്നെ, അത് കൊച്ചിയിലായാലും അത് കോഴിക്കോടായാലും തിരുവനന്തപുരത്തായാലും എവിടെയായാലും ഈ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നില്ല. അത് ഇത്തരത്തിലൊരു പനിബാധയ്ക്ക്, പനി വ്യാപകമായി പടരുന്ന ഒരു കാരണമായിട്ടുണ്ട്. അതിന്റെ പേരിൽ ഈ തദ്ദേശ സ്ഥാപനങ്ങൾ ജോലി നടക്കാത്തതിന്റെ പേരിൽ ഒരു മാസം ജോഷി പറഞ്ഞില്ലേ, ഞാനൊരു കാര്യം ചോദിക്കും. നമ്മള് ഒരു മാസമായിട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണെന്നോ കേട്ടോ നിങ്ങളുടെ ഈ ഹണിമൂൺ പീരീഡ്. ഇതെങ്ങാനും ഒരു കോവിഡ് ഈ സമയത്ത് ഉണ്ടായിരുന്നെങ്കിൽ എന്ത് ചെയ്യും? ഈ ഇതുപോലെ DHSനെ മാറ്റും, ബാക്കി രാഷ്ട്രീയ നിലപാടുള്ള മറ്റുള്ളവരെ മാറ്റും. എന്നിട്ട് കോവിഡ് കാരണം ഒരുപാട് പേര് പറ്റുമെന്ന് ചോദിക്കും. ഇതാണോ ചെയ്യേണ്ടത്? പനിവിട് ജോഷി. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഈ പനി ഇതുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ ഉണ്ടാകുന്നത് ഈ പിന്നെന്താ? അല്ല, അപ്പൊ അതിനു മുമ്പ് പ്രവർത്തനം നടത്തില്ല. പ്രവർത്തനം നടത്താതെ ആരോഗ്യമന്ത്രി ഒന്ന് കുറ്റപ്പെടുത്തേണ്ട കാര്യം. നാല് ജില്ലകളിൽ DMO ഇല്ലാത്തത് പോയത് എന്തുകൊണ്ടായിരിക്കും? കോഴിക്കോടത്തെ പ്രശ്നം പീയൂഷ് നമ്പൂതിരി ആക്കണം കോൺഗ്രസിന്, ഡോക്ടർ സക്കീറെ ആക്കണം മുസ്ലിം ലീഗിന്. അപ്പോ അവിടെ DMO ഈ പറഞ്ഞ കസേര തർക്കത്തെ തുടർന്ന് DMOയെ നിശ്ചയിക്കാൻ കഴിയാതെ എങ്ങനെ പോവുകയാണ്? ആലോചിക്കണം. അവിടെയൊക്കെ ഈ പറഞ്ഞ പോലെ ഈ നിപ്പ സ്ഥിരീകരിച്ചിരിക്കുന്നത് കോഴിക്കോടല്ലേ ഇപ്പോ? അപ്പോൾ അത്തരത്തിലുള്ള പകർച്ചവ്യാധികൾ, ഷിഗല്ല അടക്കം എവിടെയൊക്കെ പടർന്നു പിടിച്ചിട്ടുണ്ട്. കോഴിക്കോടും വയനാടിലും ഒക്കെ ഷിഗല്ല പടർന്നു പിടിച്ചിട്ടുണ്ട്. ഈ സമയത്ത് അവിടെ DMO ഇല്ല. നയപരമായ പല കാര്യങ്ങളും, ആരോഗ്യ വകുപ്പിന്റെ പല കാര്യങ്ങളും ജില്ലയിൽ എടുക്കേണ്ടുന്ന പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥകളില്ല ആ ചെയറിൽ. എന്തുകൊണ്ടാണ് കൊടുത്തിട്ടുണ്ടോ? അവിടെ ആർക്കെങ്കിലും ചുമതല കൊടുത്തിട്ടുണ്ടോ? പിന്നെ പകരം ചുമതല കൊടുത്തിട്ടുണ്ടാവും, പക്ഷെ DMOയ്ക്ക് പകരമാകില്ല. ചുമതല കൊടുത്തിട്ടുണ്ടല്ലോ, അത് അവിടുത്തെ ഭരണപരമായ കാര്യങ്ങളാണ്. പകരം ചുമതല കൊടുത്തിട്ടുണ്ടോ? ഞാൻ കെ മുരളീധരനെ അല്ലല്ല, അത് തീരുമാനം. ഈ ഇടതുമുന്നണിയെ കുറ്റം പറഞ്ഞ് എത്ര കാലം പോകും? അല്ലല്ല, ഇടതുമുന്നണിയെ കുറ്റം പറയുന്നതല്ലോ. ഇടതുമുന്നണിയുടെ ഭാഗത്ത് നിന്ന് നേരത്തെ ചെയ്യാതെ പോയ പ്രവർത്തനങ്ങൾ അത് നടന്നില്ല എന്നുള്ളത് കൊണ്ടാണ് ഈ മഴക്കാല പൂർവ്വ ജന്യ രോഗങ്ങൾ ഉണ്ടായത്. അതിന് ഈ ഒരു മാസം മാത്രം പ്രായമുള്ള കെ മുരളീധരന്റെ തലയിൽ, UDF സർക്കാരിന്റെ തലയിൽ അത് മുഴുവൻ കൊണ്ടുപോയി കെട്ടിവെക്കുന്നതിൽ അർത്ഥമില്ല എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത്. കൊണ്ടുപോയി കെട്ടിവെക്കുന്നതിൽ അർത്ഥമില്ല. എല്ലാ മഴക്കാലത്തും രോഗങ്ങൾ ഉണ്ടാകാറുണ്ട്. അത് ഏത് സർക്കാർ ഭരിച്ചാലും രോഗങ്ങൾ ഉണ്ടാകാറുണ്ട്. അത് കൈവിട്ടു പോകുമ്പോഴാണ് പ്രശ്നമാകുന്നത്, രാഷ്ട്രീയ പ്രശ്നമാകുന്നത്. ലക്ഷ്മി, ശാസ്ത്രീയമായി നമ്മൾ ഈ ഡെങ്കിപ്പനി, എലിപ്പനി പോലുള്ള കാര്യങ്ങളുണ്ടല്ലോ, ഈ ഡെങ്കിപ്പനി പോലുള്ള രോഗങ്ങൾ പടർന്നു പിടിക്കുന്ന ഒരു പ്രത്യേക പീരീഡ് ഉണ്ട്. ആ പീരീഡ് എന്ന് പറയുന്നത് ഈ പറയുന്ന ജൂൺ ജൂലൈ മാസങ്ങളാണ് ഈ കൊതുക് ഇതൊക്കെ വരുന്നത്. പക്ഷെ അതിന് ഒരു വലിയ തോതിൽ പടർന്നു പിടിക്കുന്നതിന് ഒരു ടൈം പീരീഡ് ഉണ്ട്. ഇപ്പോൾ ഈ വർഷം ഉണ്ടായി, അടുത്ത വർഷം അത്രയും വലിയ ഗ്രോത്ത് ഉണ്ടാകണമെന്നില്ല, അതിൻ്റെ അടുത്ത വർഷം അത്രയും ഗ്രോത്ത് ഉണ്ടാകണമെന്നില്ല. അതിനൊരു ഒരു ഇടവേളകളുണ്ട്. ആ ഒരു ഇടവേളയാണ് ഈ വർഷം എന്നുള്ളതാണ് ആരോഗ്യവകുപ്പ് പറയുന്നത്, ഞാൻ മനസ്സിലാക്കുന്ന അനുസരിച്ചാണെങ്കിൽ. അതുകൊണ്ടാണ് കഴിഞ്ഞ വർഷത്തേക്കാൾ അധികം ഡെങ്കിപ്പനി കേസുകൾ ഇത്തവണ റിപ്പോർട്ട് ചെയ്യുകയും മരണം റിപ്പോർട്ട് ചെയ്തത്. അതിൻ്റെ ആ സ്പ്രെഡ് ഒരു ഇടവേളയ്ക്ക് ശേഷം ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന ഒരു വർഷമാണ് ഇത്. അപ്പം നമ്മൾ അത്തരം സാഹചര്യങ്ങൾ നമ്മൾ വെറുതെ കണ്ണടച്ച് ഇരുട്ടാക്കി ഒന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ചെയ്യണ്ടെന്നൊന്നും ആരും പറയുന്നില്ല. പക്ഷെ അത് മുഴുവൻ കൊണ്ടുപോയി ഈ ഒരു മാസം പ്രായമായ സർക്കാരിന്റെയും മന്ത്രിയുടെയും തലയിൽ കെട്ടിവെക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. സർക്കാർ ചെയ്യണ്ട എന്നുള്ള ജോഷി, ഒരു മാസം പ്രായമാണെങ്കിലും ഒരാഴ്ച പ്രായമാണെങ്കിലും ഒരു പോളിസി പാരാലിസിസ് ഉണ്ടാക്കിയിട്ടുണ്ട് ഈ ആരോഗ്യമന്ത്രി. ആരോഗ്യവകുപ്പിനകത്ത് ഒരു കമാൻഡർ ചെയിൻ ഉണ്ടായിരുന്നു. കോവിഡ് കാലത്തും നിപ്പയിലും ഒക്കെ നമ്മുടെ സൈന്യമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുപോയ ആരോഗ്യ മേഖലയാണ്. അത് നശിപ്പിച്ചു. അത് ഒരു മാസം കൊണ്ട് നശിപ്പിച്ചു.
അപർണ, ഞാനൊന്ന് പറയട്ടെ. അല്ലല്ല, സംസ്ഥാനത്ത് ഒരു ഹൈ പവർ കമ്മിറ്റി രൂപീകരിച്ചു. ഈ അടുത്തയിടെ ഈ പനി ബാധയുമായി ബന്ധപ്പെട്ട് കെ മുരളീധരന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്തൊരു ഹൈ പവർ കമ്മിറ്റി രൂപീകരിച്ചു. അറിഞ്ഞായിരുന്നോ? ഈ കഴിഞ്ഞ LDF സർക്കാരിന്റെ കാലത്ത് അങ്ങനെ ഹൈ പവർ കമ്മിറ്റി ഒന്നും രൂപീകരിച്ചില്ല. ഈ ഹൈ പവർ കമ്മിറ്റിയിൽ ആരൊക്കെ അംഗങ്ങളെന്നറിയാവോ? ഈ ഹൈ പവർ കമ്മിറ്റിയിൽ സ്വകാര്യ മേഖലയിലെ വിദഗ്ധരായ ഡോക്ടർമാരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ്. ഞാൻ ഒരു കാര്യം പറയട്ടെ. എസ് വിജയകുമാർ, നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ അവസാനിപ്പിക്കാൻ തോന്നുന്നു. എല്ലാവരും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് പ്രധാനപ്പെട്ട പോയിന്റ്സ് ഒക്കെ. എസ് വിജയകുമാറിലേക്ക്. അതിലെ സുജയ, ഇത് ഇപ്പോ ഡോക്ടർ റീനെ ഈ പദവിയിൽ നിന്ന് നീക്കിയപ്പോൾ അതിനെ സ്വാഗതം ചെയ്ത ഒരു പ്രധാനപ്പെട്ട നേതാവ് ഇടതുമുന്നണി നേതാവായിരുന്നു KB ഗണേഷ് കുമാർ. മുൻ മന്ത്രി KB ഗണേഷ് കുമാറാണ് ഡോക്ടർ റീനെ നീക്കിയ സർക്കാർ നടപടിയെ സ്വാഗതം ചെയ്തത്. അതിൽ ഗണേഷ് കുമാർ പറയുന്നുണ്ട്, നിയമസഭാ കമ്മിറ്റിയോട് പോലും ധിക്കാരത്തോടെ പെരുമാറിയ ഒരു ഉദ്യോഗസ്ഥയാണ്, അവരെ മാറ്റിയത് കൊണ്ട് ഒരു കുഴപ്പമില്ല, ഞാൻ അതിനെ സർവാത്മന പിന്തുണയ്ക്കുകയാണ്, സ്വാഗതം ചെയ്യുകയാണ് എന്ന് പറഞ്ഞത് KB ഗണേഷ് കുമാറാണ്. എന്തുകൊണ്ടാണ് KB ഗണേഷ് കുമാർ അങ്ങനെ ഒരു നിലപാടെടുത്തതെന്ന് ഞാൻ നോക്കിയപ്പോൾ അതിന് കൃത്യമായൊരു മറുപടി കിട്ടുന്നില്ല. പക്ഷേ നിയമസഭാ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് KB ഗണേഷ് കുമാറിന് എന്തോ ഒരു മോശം അനുഭവം, അല്ലെങ്കിൽ അതിന്റെ ഭാഗമായി നിന്ന ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഒരു മോശം അനുഭവം ഈ ഉദ്യോഗസ്ഥയിൽ നിന്ന് അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട് എന്ന് വേണം അതിന്റെ ചുരുക്കം. അതിന്റെ പശ്ചാത്തലത്തെ പറ്റി മാധ്യമപ്രവർത്തകരോട് അദ്ദേഹത്തോട് ചോദിച്ചില്ല. കെ മുരളീധരന്റെ നടപടിയെ കഴിഞ്ഞ സർക്കാരിൽ മന്ത്രിയായിരുന്ന ഒരു ഇടതുമുന്നണിയുടെ പ്രധാനപ്പെട്ട നേതാവ് സ്വാഗതം ചെയ്യുകയാണ് ഉണ്ടായത്. അതെന്താണ് എന്നത് കൂടി നമ്മൾ പരിശോധിക്കേണ്ടത്. അതിനകത്ത് എനിക്ക് മനസ്സിലായിരിക്കുന്ന ഒരു കാര്യമുണ്ട് വിജയ, ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. അതായത് ഈ റീനയുടെ അല്ലല്ല ഡോക്ടർ റീനയുടെ വ്യക്തിപരമായി അദ്ദേഹത്തിന് പല അതിനകത്ത് ലാഭ കണ്ണുകൾ ഉണ്ടായിരിക്കും. അല്ല ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഒരു ഉദ്യോഗസ്ഥയെ കുറ്റം പറയുമ്പോൾ കൃത്യമായി എന്താണ് കാര്യമെന്ന് വേണമല്ലോ. ഒരു വനിതാ ഉദ്യോഗസ്ഥ, ഒരു ദളിത് ഉദ്യോഗസ്ഥ, അവരെ കുറ്റം പറയുമ്പോൾ എന്തെങ്കിലും ഒരു റീസൺ വേണ്ടേ? അത് പറയണ്ടേ? പറയാതെ വെറുതെ അങ്ങനെ കാടടച്ച് വെടിവെക്കാൻ പറ്റുമോ? ഒരു ഞാനൊന്ന് പറഞ്ഞോട്ടെ. അതായത് റീനയുടെ കാര്യത്തിൽ ചില പരാതികൾ സർക്കാരിന്റെ മുമ്പിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ചില ഡോക്ടർമാർ, ചില നഴ്സുമാർ അടക്കമുള്ള ആളുകൾ അവിടെ പെരുമാറ്റം സംബന്ധിച്ച് ചില പരാതികൾ ഉന്നയിച്ചിരുന്നു. അത് മാത്രമല്ല, ഭിന്നശേഷി കമ്മീഷൻ ഈ റീനയ്ക്കെതിരെ നേരത്തെ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നതാണ്. ഭിന്നശേഷി കമ്മീഷൻ ഇവരെ സുപ്രധാന സ്ഥാനങ്ങൾ നിയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു ഉത്തരവ് ഭിന്നശേഷി കമ്മീഷൻ നേരത്തെ ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നതാണ്. ഇതടക്കമുള്ള കാര്യങ്ങൾ സർക്കാരിന്റെ പക്കലുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ അതേതെങ്കിലും ഒരു കാര്യം സർക്കാർ ഈ സ്ഥലം മാറ്റത്തിനുള്ള കാരണമായി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ടോ എന്നതാണ് പ്രശ്നം. ഇവിടെ പറയുന്നത് പകർച്ചവ്യാധി സാഹചര്യത്തിൽ ഈ ഉദ്യോഗസ്ഥയെ മാറ്റുന്നു എന്നുള്ളതാണ്. അത് ഇത്രയും കാലം അവിടെ കൃത്യമായ സേവനം അനുഷ്ഠിച്ചിട്ടുള്ള, വളരെ എഫിഷ്യന്റ് ആയി പ്രവർത്തിച്ചിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥയെ സംബന്ധിച്ചിടത്തോളം അപമാനമാണ് ജോഷി. മാത്രമല്ല, DHS എന്ന് പറയുന്ന പദവിയിൽ നിന്ന് അവരെ മാറ്റിയിരിക്കുന്നത് ലബോറട്ടറിയുടെ ഡയറക്ടറായിട്ടാണ്. എറണാകുളം പബ്ലിക് ലബോറട്ടറിയുടെ ഡയറക്ടറായിട്ട്. ആ പദവിയും ഈ പദവിയും ഒത്തുപോകുന്നതല്ല. സർക്കാർ പറയുന്നത് പോലെ ആ പദവിയെ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വന്നിരിക്കുന്ന ഡോക്ടർ മോശക്കാരിയാണെന്ന് ലക്ഷ്മിക്ക് അഭിപ്രായമുണ്ടോ? ഇപ്പോൾ വന്നിരിക്കുന്ന ആൾ എഫിഷ്യന്റ് അല്ല എന്ന് ലക്ഷ്മിക്ക് അഭിപ്രായമുണ്ടോ? ഇപ്പോൾ വന്നിരിക്കുന്ന ആൾ അല്ല എന്ന് ലക്ഷ്മിക്ക് അഭിപ്രായമുണ്ടോ? അതെ, ലക്ഷ്മി പത്മ, അതായത് ഇപ്പോൾ സർക്കാർ കൊടുത്തിരിക്കുന്ന ലക്ഷ്മി പത്മ, ട്രൈബ്യൂണൽ ഉത്തരവിനെതിരെ സർക്കാർ നൽകിയ അപ്പീലിൽ ഹൈക്കോടതി വിധി പറയുമ്പോൾ ഈ വിധിയാണ് ഞാൻ കോട്ട് ചെയ്യുന്നത്. ആ വിധി ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്നത് സ്റ്റേ ഉത്തരവ് റദ്ദാക്കിയിരിക്കുന്ന ജസ്റ്റിസുമാരായ അനിൽ കെ നരേന്ദ്രനും S മുരളീകൃഷ്ണനും അടങ്ങിയ ഡിവിഷൻ ബെഞ്ചാണ്. അതിൽ ഇവരുടെ ഡെപ്യൂട്ടേഷൻ കാലാവധി അവസാനിച്ചത് സർക്കാരിന്റെ വാദം അംഗീകരിക്കുന്നു. സമാന പദവിയിലേക്കാണ് അവരെ മാറ്റിയത് എന്ന വാദം അംഗീകരിച്ചുകൊണ്ടാണ് സർക്കാരിന് അനുകൂലമായ കോടതി ഉത്തരവ് വന്നിരിക്കുന്നത്. ഞാൻ കോടതി ഉത്തരവാണ് കോട്ട് ചെയ്യുന്നത് ലക്ഷ്മി പത്മ. നമുക്ക് ക്ഷോഭം കൊള്ളാം, പക്ഷേ വസ്തുത പിന്നെ മാത്രമല്ല അല്ല ഞാൻ പറയാം ഒറ്റക്കാര്യം കൂടി അല്ലല്ല ഒറ്റക്കാര്യം കൂടി അങ്ങനെയല്ല. ഞാൻ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിനെ അവിശ്വസിക്കുന്നില്ല. ലക്ഷ്മി പത്മയുടെ വ്യക്തിപരമായ അഭിപ്രായമാണ്. കോടതി ഉത്തരവിനെയാണ്. അതല്ലെങ്കിൽ ബ്യൂറോയിൽ കൊണ്ടുപോയി ബ്യൂറോ ചീഫ് ആക്കിയിട്ട് ഇത് ആ പദവി അങ്ങനെ അപ്ഗ്രേഡ് ചെയ്തു എന്ന് പറഞ്ഞാൽ ശരിയാവും. അങ്ങനെ ഒരു
അങ്ങനെ ഞാനൊന്ന് അങ്ങനെ ഒരു ചോദിച്ചോട്ടെ സർക്കാർ ലക്ഷ്മി ഉത്തരവുണ്ടോ പത്മ? കയ്യിൽ? അല്ല, അങ്ങനെ ഒരു സർക്കാർ ഉത്തരവുണ്ടോ? അയ്യോ ലക്ഷ്മി പത്മ എന്തായി ഉണ്ടോ? പറയുന്നത്? അങ്ങനെ ഒരു സർക്കാർ അല്ലല്ല, ഉത്തരവുണ്ടോ? ഞാനൊന്ന് ചോദിച്ചാ വാട്ട് ഈസ് ദ സ്പെഷ്യലൈസേഷൻ ഓഫ് ഡോക്ടർ റീന? അത് കോടതിയിൽ produce ഏത് ചെയ്യാനുള്ള വിഷയത്തിലാണ് അടിസ്ഥാനത്തിലാണല്ലോ. ഡോക്ടർ റീനയുടെ സ്പെഷ്യലൈസേഷൻ എന്ന് ലക്ഷ്മി പത്മയ്ക്ക് പറയാമോ? അല്ലല്ല, ലക്ഷ്മി പത്മയ്ക്ക് പറയാമോ ഡോക്ടർ ഇല്ല. റീനയുടെ സ്പെഷ്യലൈസേഷൻ അങ്ങനെ ഏത് ഒരു വിഷയത്തിലാണെന്ന് പറയാമോ? ഉത്തരവ് സർക്കാരിന്റെ അവർക്ക് ഡോക്ടറേറ്റ് കിട്ടി, അവർക്ക് PG ഏത് വിഷയത്തിലാണെന്ന് പറയാമോ? ഞാൻ പറയാം ഏതാണ് വിഷയം എന്ന് പറയാമോ? ഡോക്ടർ റീനയുടെ സ്പെഷ്യലൈസേഷൻ ഏതാണെന്ന് പിന്നെ പറയാമോ ലക്ഷ്മി പത്മയ്ക്ക്? ഇല്ല, എനിക്ക് ഒന്ന് പറഞ്ഞേ. അവരുടെ ബാക്ക്ഗ്രൗണ്ട് അവർ മൈക്രോബയോളജിസ്റ്റ് അവര് പബ്ലിക് ഹെൽത്തിലാണ് അവർ PG. ആ പബ്ലിക് ഹെൽത്തിൽ ചെയ്യാൻ പറ്റുന്ന സുപ്രധാന പദവിയിലേക്കാണ് അവരെ കൊണ്ടുപോയി ഇപ്പോൾ നിയമിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ പറഞ്ഞു അല്ല, ഇതിൽ നേരത്തെ അപർണ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതായത് ഈ കോവിഡ് കണക്ക് അവരുടെ സ്പെഷ്യലൈസേഷൻ കൊണ്ട് അവരെ നിയമിച്ചിരിക്കുന്നത്. കോവിഡ് കണക്കിന്റെ കാര്യത്തിലൊക്കെ വലിയ ആശയക്കുഴപ്പം പിന്നീട് പദവി ചെറുതാണ് ഇതിനേക്കാൾ. ഈ കോവിഡ് കണക്കിലൊക്കെ പിന്നീട് വലിയ ആശയക്കുഴപ്പം ഉണ്ടായിട്ടുണ്ട് അപർണ. ഞാൻ ഈ ഉദ്യോഗസ്ഥ മോശമാണോ എന്നുള്ളതല്ല ഞാൻ പറഞ്ഞത്. അന്ന് കോവിഡ് കണക്കിന്റെ കാര്യത്തിലൊക്കെ കേരളം പറഞ്ഞത് പിന്നീട് മാറ്റിപ്പറയുകയും സുപ്രീം കോടതി ഇക്കാര്യത്തിൽ ചോദിച്ച ചോദ്യങ്ങൾക്ക് പിന്നീട് മാറ്റിപ്പറയേണ്ടിയൊക്കെ വന്നിട്ടുണ്ട്. ഒടുവിൽ വന്ന കണക്കനുസരിച്ച് മഹാരാഷ്ട്ര കഴിഞ്ഞാൽ ഏറ്റവും അധികം ആളുകൾ മരിച്ച സംസ്ഥാനം കേരളമായിരുന്നു. അപ്പോൾ അന്ന് ഈ ഉദ്യോഗസ്ഥ എന്തോ ചെയ്തു എന്ന മട്ടിൽ പറഞ്ഞുകൊണ്ട് ഞാൻ അത് ഈ വിഷയത്തിൽ സൂചിപ്പിച്ചതേ ഉള്ളൂ കേട്ടോ. അതിനകത്ത് ഞാനൊരു വിശദീകരണം തരാം. അതായത് ഞാൻ മനസ്സിലാക്കുന്ന അനുസരിച്ച് ഈ LDF സർക്കാരിന്റെ കാലത്ത് അത് സാധാരണ പനിക്കേസുകളാണെങ്കിൽ കൂടി 500 പനിബാധിതരുണ്ടായാൽ 250ന്റെ കണക്ക് പുറത്തുവിടാറുണ്ടായിരുന്നുള്ളൂ. പക്ഷെ K. മുരളീധരൻ വന്നതിന് ശേഷം ഉദ്യോഗസ്ഥർക്ക് നൽകിയിരിക്കുന്ന പ്രധാനപ്പെട്ട നിർദ്ദേശം എന്ന് പറയുന്നത് കണക്ക് എത്രയാണോ, ആക്ച്വൽ കണക്ക് എത്രയാണോ പനിബാധിതരുള്ളത് അത് എത്രയാണോ അത് അത്രയും തന്നെ പബ്ലിഷ് ചെയ്യണം എന്നുള്ളതാണ് ഈ മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ആരോഗ്യ 250 പറയാറുള്ളൂ എന്നുള്ളത് എവിടുന്ന് കിട്ടിയ അല്ലല്ല ഞാൻ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരോട് ചോദിച്ചോ പറഞ്ഞതാണ്. ഞാൻ പറഞ്ഞോട്ടെ. അപ്പൊ അതിനുശേഷം ഈ കണക്ക് പുറത്തു വന്നപ്പോൾ ഉണ്ടായ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയോ? അപ്പൊ അതിന് ഈ UDF സർക്കാർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം നമുക്ക് ഈ ഹോട്ട്സ്പോട്ടുകൾ ഏതാണ് ഈ പനിബാധിതമായ ഹോട്ട്സ്പോട്ടുകൾ എന്ന് വളരെ കൃത്യമായി കണക്കാക്കാൻ കഴിയുന്നു. നേരത്തെ താഴെത്തട്ടിൽ നിന്ന് പലപ്പോഴും കണക്ക് കുറച്ചാണ് മുകൾ തട്ടിലേക്ക് എത്തിയിരുന്നത് എന്നാണ് പറയുന്നത്. അങ്ങനെ പലവിധ കാര്യങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഒറ്റയടിക്ക് ഇങ്ങനെ സർക്കാർ മോശമാണ്, ആരോഗ്യമന്ത്രി മോശമാണ് എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. ആരോഗ്യമന്ത്രിയുടെ പ്രസ്താവനകളുണ്ട്. ശരി, ജോഷിയുടെ അഭിപ്രായം. പക്ഷേ കഴിഞ്ഞ ആരോഗ്യമന്ത്രി പ്രസ്താവനകളൊക്കെ ഓരോരുത്തരുടെ വ്യക്തിത്വം പുറത്തു വരുന്നത് കൂടിയാണ്. അത് ഓരോരുത്തരും വ്യക്തിപരമായി ചിന്തിക്കേണ്ട കാര്യമാണ്. പക്ഷേ ഇവിടെ ഒരു ആരോഗ്യമന്ത്രി സക്സസ് ആണോ അല്ലയോ എന്നുള്ളത് ആ വകുപ്പിലെ ഇടപെടൽ കൊണ്ട് തന്നെയാണ്. അതാണ് അവരുടെ ഗ്രേഡിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. അതിൽ ഒരു ദിവസമാണോ ഒരു മാസമാണോ എന്നുള്ളതല്ല, ഓരോ മിനിറ്റിലും ഇടപെട്ടുകൊണ്ടേയിരിക്കണം. കാരണം ഓരോ മിനിറ്റിലും എത്ര പേർക്കാണ് കേരളത്തിൽ പനി ബാധിക്കുന്നത്, അതല്ലെങ്കിൽ മറ്റ് അസുഖങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ അവർക്കൊക്കെ കൃത്യമായ ചികിത്സ നൽകണം. ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് വീഴ്ച ഉണ്ടാകുമ്പോൾ ഇടപെടുന്ന K. മുരളീധരൻ അതേ അവധാനതയോടുകൂടി തന്നെ ഈ വിഷയങ്ങളിൽ കുറച്ചുകൂടി കാര്യക്ഷമമാകാൻ വേണ്ടിയാണ് ഈ വിമർശനം. അല്ലാതെ K. മുരളീധരൻ കൊള്ളില്ല, K. മുരളീധരൻ പണ്ട് കുറെ തോറ്റിട്ടുണ്ട്, അതുകൊണ്ട് K. മുരളീധരൻ ആരോഗ്യമന്ത്രിയായി ശോഭിക്കില്ല എന്നൊന്നും ആരും ഇവിടെ പറഞ്ഞതിനെ നമ്മൾ അർത്ഥമായി എടുക്കേണ്ടതില്ല എന്നാണ് ഞാൻ കരുതുന്നത്. നമുക്ക് അടുത്ത വിഷയത്തിലേക്ക് കൂടി പോകേണ്ടതുള്ളത് കൊണ്ട് ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിൽ അത് കൂട്ടിച്ചേർത്ത ശേഷം ഞാൻ പറഞ്ഞ കാര്യത്തിൽ സുജയ ഞാൻ പറഞ്ഞ കാര്യം തോറ്റത് കൊണ്ട് അദ്ദേഹം ആരോഗ്യമന്ത്രിയായി ശോഭിക്കില്ല എന്നുള്ളതല്ല. അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഔചിത്യപൂർണമായ പ്രസ്താവനകൾ വരണം. തെരഞ്ഞെടുപ്പ് തോൽവിയുമായി ബന്ധപ്പെട്ടൊക്കെ എന്നേ പറഞ്ഞുള്ളൂ. തോറ്റത് കൊണ്ട് നിങ്ങളൊന്നും പറയണ്ട എന്നത് മറ്റേ പിണറായി പറഞ്ഞതുപോലെ ഇരിക്കും. നിങ്ങൾ വീട്ടിൽ പോയി ചോദിക്കൂ എന്ന് പറഞ്ഞതിന് സമാനമായ ഒരു പ്രസ്താവനയാണ്. അതുകൊണ്ട് ചൂണ്ടിക്കാട്ടിയത് തോറ്റത് കൊണ്ട് തോറ്റത് കൊണ്ട് ആരോഗ്യമന്ത്രിയെ അല്ലല്ല, ആരോഗ്യമന്ത്രിയുടെ ആ പ്രസ്താവന അനൗചിത്യമാണ് എന്നാണ് പറഞ്ഞത്. അതല്ലാതെ അതുകൊണ്ട് അദ്ദേഹം ആരോഗ്യമന്ത്രിയായി ആ സീറ്റിൽ ശോഭിക്കില്ല എന്ന ചിന്തയൊന്നും എനിക്കില്ല. K. മുരളീധരനെ കുറിച്ച് നല്ല പ്രതീക്ഷയുള്ള ആള് തന്നെയാണ് ഞാൻ. പക്ഷെ അദ്ദേഹത്തിന്റെ ഈ നിർഭാഗ്യവശാൽ അദ്ദേഹത്തിന്റെ ഇത്തരം പരാമർശങ്ങൾ ഒട്ടും തന്നെ ദഹിക്കുന്നില്ല, ആ ചേർന്ന് ചേരുന്നതല്ല എന്നാണ് പറഞ്ഞത്. അല്ല സുജയ, ഒറ്റ പോയിന്റ് ഉദ്യോഗസ്ഥരുടെ കാര്യത്തില് പറഞ്ഞോളൂ. അപർണ പറഞ്ഞിട്ട് ഞാൻ പറയാം. ഓക്കെ, ഒറ്റ കാര്യമേ ഉള്ളൂ. കാരണം നിപ്പ ആണെങ്കിലും കോവിഡ് ആണെങ്കിലും കോവിഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളൊക്കെ ഉണ്ട്. അതിലേക്ക് കടന്നു കഴിഞ്ഞാൽ അത് നീണ്ടുപോകും. ഒറ്റ കാര്യമേ ഉള്ളൂ, ഏത് മുന്നണി വന്നാലും ഏത് സർക്കാർ വന്നാലും വളരെ ശക്തമായിട്ടുള്ള ഒരു ആരോഗ്യ മേഖലയുടെ ഒരു ചെയിൻ കേരളത്തിലുണ്ട്. അത് UDFും LDF കൂടെ മാറി ഭരിച്ച് അങ്ങനെ തന്നെ ഉണ്ട്. അതാണ് അത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ചെയിനാണ്. ആ ചെയിൻ എന്ന് പറയുന്നത് അതിനകത്തുള്ള ഒരു മോട്ടിവേഷനാണ്. ആ മോട്ടിവേഷനെ തകർക്കുന്ന രീതിയിലുള്ള അഭിപ്രായങ്ങൾ
കെ മുരളീധരന്റെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒറ്റ ഭാഗം, ഒരു പോളിസി പാരലിസിസ് ഉണ്ട്. അങ്ങനെ ആയാൽ സ്വന്തമായിട്ടാണ് ഞാൻ ആ വാക്ക് പറഞ്ഞു വന്നിരുന്നു. അപ്പോഴേക്കും അതിനകത്തോട്ട് പലരും ഇങ്ങനെ വന്ന് കയറിപ്പോയി. അപ്പോൾ ഞാൻ പറഞ്ഞത് അത് എന്തെങ്കിലും ഒരു പ്രധാനപ്പെട്ട കാര്യം വരുമ്പോൾ ഇനി സ്വന്തമായിട്ട് തീരുമാനം എടുക്കാനുള്ള ഒരു കോൺഫിഡൻസ് ഈ ആരോഗ്യ മേഖലയിൽ ഉയർന്ന ഉദ്യോഗസ്ഥർക്ക് ഉണ്ടാവില്ല. ഇങ്ങനെയാണ് മന്ത്രി പറയുന്നതെങ്കിൽ അങ്ങനെ ഒരു വലിയ ഇതുവരെ ഇല്ലാത്തൊരു വിഷയം കെ മുരളീധരന്റെ ഈ വാക്കുകൾ കൊണ്ട് മുന്നിലിട്ട് കൊടുത്തിട്ടുണ്ട്. അത് ആരോഗ്യ കേരളത്തെ എത്രത്തോളം ഗുണകരമാകുമെന്ന് ഒന്നുകൂടെ ചിന്തിക്കേണ്ട കാര്യമാണ്. അത്രയും. എസ് വിജയകുമാർ, ഒറ്റ കാര്യമുള്ളൂ. ഇപ്പോൾ ആരോഗ്യവകുപ്പ് മാത്രമായിട്ട് നമ്മൾ പറയണ്ട. ഇപ്പോൾ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് പ്രശാന്ത് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനല്ലേ, IAS ഉദ്യോഗസ്ഥനല്ലേ, എത്ര കാലം സസ്പെൻഷനിലായിരുന്നു, എന്തൊക്കെ നടപടി ഉണ്ടായി? ഇപ്പോ അശോക് രാഷ്ട്രീയമായി വിയോജിപ്പോണ്ടല്ലേ അശോകിനെതിരെ നടപടിയെടുത്ത്? ഇത് എല്ലാ കാലത്തും കേരളത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ്. ഇത് ഈ കെ മുരളീധരൻ വന്നപ്പോൾ മാത്രം ഉണ്ടായി എന്ന മട്ടിലൊക്കെ പറയുന്നതിന്റെ യുക്തിയാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. എല്ലാ കാലത്തും അതത് സർക്കാരിന് താല്പര്യമുള്ള ഉദ്യോഗസ്ഥർ താക്കോൽ സ്ഥാനങ്ങളിൽ വരും, താല്പര്യക്കാരല്ലെങ്കിൽ അവരെ മാറ്റി നിർത്തും, സസ്പെൻഷന് കാരണം നോക്കി കണ്ടുപിടിച്ച് സസ്പെൻഡ് ചെയ്യും. ഇപ്പോൾ കഴിഞ്ഞ സർക്കാർ അപ്രധാന പദവിയിൽ ഇരുത്തിയ ആളാണല്ലോ P. വിജയൻ. അദ്ദേഹത്തെ ഈ സർക്കാർ ഒരു വലിയ പദവിയിലേക്ക് തിരികെ കൊണ്ടുവന്നിട്ടില്ലേ? അപ്പൊ ഇത് എല്ലാ കാലത്തും കേരളത്തിൽ നടക്കുന്നതാണ്. UDF വന്നപ്പോൾ ഇത് ആദ്യമായി എന്തോ വലിയ സംഭവിച്ചു എന്ന മട്ടിൽ അതിനെ വിലയിരുത്തേണ്ടതില്ല. പിന്നെ കേരളത്തിലെ ആരോഗ്യ മേഖലയുടെ എന്താണ് വലിയ പുരോഗതിയെ പറ്റി അല്ലെങ്കിൽ വലിയ മേന്മയെ പറ്റി അപർണ സൂചിപ്പിച്ചു. ആ മേന്മയൊക്കെ എങ്ങനെയാണ് അവകാശപ്പെടാൻ കഴിയുക? ഓരോ മഴക്കാലത്തും കേരളത്തിൽ ഉണ്ടാകുന്ന രോഗങ്ങളുടെ കണക്ക്, രോഗബാധിതരുടെ എണ്ണം, അവർക്ക് കിട്ടുന്ന ചികിത്സയുടെ കാര്യങ്ങൾ കൂടി പരിശോധിച്ചിട്ട് നമ്മൾക്ക് ഈ ആരോഗ്യ വകുപ്പിലെ മേനി നടിക്കലിനെ പറ്റി ഇനി പറയണമോ വേണ്ടയോ എന്ന് ആലോചിക്കാം. നമുക്കറിയാം സീസണലായി വരുന്ന വിജയകുമാർ, ഞാൻ ആ സംസ്ഥാനങ്ങളുടെ പേര് പറയുന്നില്ല. മറ്റ് സംസ്ഥാനങ്ങളുണ്ട്, ഞാൻ ഇന്ത്യയിലുള്ള മറ്റ് സംസ്ഥാനങ്ങളെല്ലാം ഉണ്ട്. അതുമായിട്ട് താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ കേരളം മുന്നിൽ തന്നെയാണ്. ആ സംസ്ഥാനങ്ങളുടെ ഏതൊക്കെ രാഷ്ട്രീയ ഒരുമിച്ച് കൊണ്ടുണ്ടാക്കിയ ഒരു ആരോഗ്യ മാതൃകയുണ്ട്. അത് തൽക്കാലം ഇന്ത്യക്ക് മറ്റൊരു സംസ്ഥാനത്തിന് അവകാശപ്പെടാനില്ല. അതിലെ എന്റെ വിയോജിപ്പ് ഞാൻ പറഞ്ഞത്, ഇനിയിപ്പോ നിങ്ങൾ മറ്റേ ബംഗാളോ അല്ലെങ്കിൽ ഹരിയാനയോ ഗുജറാത്തോ UP എന്നുള്ളതല്ല പറയേണ്ടത്. നമുക്ക് നോക്കും, മഴക്കാലത്ത് അസുഖങ്ങൾ വരികയാണ്, എല്ലാ വർഷവും ആവർത്തിക്കുന്നുണ്ട്. നമുക്ക് ചിക്കൻ ഗുനിയ വന്നിട്ട് നമ്മൾ സൈന്യത്തെ ഇറക്കിയിട്ടാണ് അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി, കൊതുകിനെ ഒഴിവാക്കാൻ വേണ്ടി ഇവിടെ പട്ടാളം ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, നമ്മൾ എന്തിനാണ് ഈ മേനി നടിക്കുന്നത്? നമ്മളുടെ ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചർ ഓക്കെ, ശരിയാണ്. നമുക്ക് പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളുണ്ട്, താലൂക്ക് ആശുപത്രികളുണ്ട്, ജില്ലാ ആശുപത്രികളുണ്ട്, മെഡിക്കൽ കോളേജുകളുണ്ട്, ശരിയാണ്, സമ്മതിച്ചു. പക്ഷേ നമ്മൾ ആരോഗ്യ രംഗത്ത് നമ്മൾ നിരന്തരമായി നേരിടുന്ന വെല്ലുവിളി, നമ്മൾ പരീക്ഷിക്കപ്പെടുകയാണ്, തുടർച്ചയായി പരീക്ഷിക്കപ്പെടുകയാണ്. ഓരോ മഴക്കാലത്ത് നമ്മൾ പരീക്ഷിക്കപ്പെടുകയാണ്. നമ്മൾ നിർമ്മാർജ്ജനം ചെയ്ത രോഗങ്ങൾ ഇവിടേക്ക് വരികയാണ്. അങ്ങനെയാണ് നമ്മളെ വിലയിരുത്തേണ്ടത്. അല്ല UPയും കേരളത്തെയും വെച്ചിട്ടോ, അല്ലെ തമിഴ്നാടിനെയും കേരളത്തെ വെച്ചിട്ടോ, അല്ലെ ആന്ധ്രയും കേരളത്തെ വെച്ചിട്ടല്ല. നമ്മൾ എവിടെ നിന്നു, ഇപ്പോൾ നമ്മൾ എവിടെ നിൽക്കുന്നു, നമ്മളുടെ പ്രതിസന്ധി എന്താണ്, അങ്ങനെയാണ് കരുതുന്നത്. അല്ലാതെ BJP, കോൺഗ്രസ്, CPM എന്ന മട്ടിലല്ല ഞാൻ പറഞ്ഞത്. ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചർ ഓക്കെ, ശരി, പക്ഷേ നമ്മൾ പരീക്ഷിക്കപ്പെടുകയാണ് തുടർച്ചയായി. അങ്ങനെയാണ് അതിനെ വിലയിരുത്തേണ്ടത്. നമ്മൾ നിർമ്മാർജ്ജനം ചെയ്ത രോഗങ്ങൾ തിരികെ വരികയാണ്. മലേറിയ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് അതിനെ കാണേണ്ടത്, അല്ല മറ്റ് സംസ്ഥാനങ്ങളെ വെച്ചിട്ടല്ല. നമ്മളെ വെച്ചിട്ട് തന്നെയാണ് അതിനെ അളക്കേണ്ടത്. മാത്രമല്ല വിജയ, ഈ ലോകത്തെ എന്താണ് നമ്മുടെ ആരോഗ്യ മേഖല എങ്ങനെയാണ് പലപ്പോഴും താരതമ്യം ചെയ്യുന്നത്? അത് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളുമായിട്ടല്ല, ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളുമായിട്ടല്ല നമ്മൾ താരതമ്യം ചെയ്യുന്നത്. കോവിഡ് മരണം അല്ല ജോഷി, ഒരിടവേള അനിവാര്യമാണ്. ഈ വിഷയത്തിൽ തന്നെ തുടരണമെങ്കിൽ തുടരാം, അതല്ലെങ്കിൽ അടുത്ത വിഷയത്തിലേക്ക് പോകാം. ഇനിയും ഒരുപാട് സംസാരിക്കാനുണ്ടെങ്കിൽ ഇടവേള എടുത്ത ശേഷം ഞാൻ ഈ വിഷയത്തിലേക്ക് വരാം. വെൽക്കം ബാക്ക് ടു ബിഗ് എഡിറ്റോറിയൽ. ആരോഗ്യ വകുപ്പ് ഡയറക്ടറുടെ സ്ഥലം മാറ്റമാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജോഷി കുര്യൻ ഇപ്പോൾ നേരത്തെ ഔദ്യോഗിക കരിയറിനെ കുറിച്ച് പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ഡോക്ടർ KJ റീനയുടെ കരിയറിലെ ഓരോ പോയിന്റുകളും ലക്ഷ്മിയോട് നേരത്തെ ചോദിച്ചപ്പോൾ ലക്ഷ്മിക്ക് അത് വിശദമായി പറയാൻ സാധിച്ചിരുന്നില്ല. നമുക്കത് പരിശോധിച്ച് തന്നെ പോകാം. വിത്ത് ലക്ഷ്മിയുടെ പെർമിഷനോട് കൂടി തന്നെ ഞാൻ ആ ചോദ്യം ലക്ഷ്മിയോടാണെങ്കിലും അതിനുള്ള തിരിച്ചൊരു ഉപചോദ്യത്തിലേക്ക് പോവുകയാണ്. അതായത് നമ്മൾ ഡോക്ടർ റീനയെ കുറിച്ച് നോക്കുമ്പോൾ അവരുടെ കരിയർ തുടങ്ങുന്നത് ESI ആശുപത്രിയിലാണ്, നായരമ്പലം, അതുപോലെ തന്നെ പമ്പൂര്, മുണ്ടൂര് തുടങ്ങി പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലൊക്കെ അവർ അസിസ്റ്റന്റ് സർജനായിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. ഡിസ്ട്രിക്ട് തലത്തിൽ TB ഓഫീസറായിട്ട്, അതായത് ക്ഷയരോഗ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടുണ്ട്. തൃശ്ശൂരിൽ DMO ആയിരുന്നു. അവർ DMO ആയിരിക്കുന്ന കാലഘട്ടത്തിൽ ഈ കോവിഡ് പ്രവർത്തനങ്ങളൊക്കെ ഏകോപിപ്പിച്ച ഒരു ചരിത്രം കൂടി അവർക്കുണ്ട്. 2020 രാജ്യത്തെ തന്നെ ആദ്യത്തെ കോവിഡ് കേസ് റിപ്പോർട്ട് ചെയ്തത് തൃശ്ശൂരിലാണ്. അത് കഴിഞ്ഞ് ആരോഗ്യ വകുപ്പിന്റെ ആസ്ഥാനത്ത് പബ്ലിക് ഹെൽത്തിൽ അഡീഷണൽ ഡയറക്ടറായി, അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ട്രെയിനിങ് വിഭാഗം അഡീഷണൽ ഡയറക്ടറായി, അങ്ങനെ ഘട്ടം ഘട്ടമായി കയറി വന്ന ഒരു ഉദ്യോഗസ്ഥയാണ്. അതിനുശേഷം 2023 മുതൽ 3 കൊല്ലമായിട്ട് അവർ ആരോഗ്യ വകുപ്പിന്റെ ഡയറക്ടറായിട്ട് ഇരിക്കുകയാണ്.
നിൽക്കുകയാണ്. അപ്പോൾ പൊതുജനാരോഗ്യ രംഗത്ത് അവർ നല്ല രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്, പാൻഡമിക് മാനേജ്മെന്റിൽ നല്ല രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഒരു ഉദ്യോഗസ്ഥ അവരെ എടുത്തു മാറ്റേണ്ട അവരുടെ കരിയറിന്റെ എൻഡാണ്. 3 പതിറ്റാണ്ട് നീണ്ട അവരുടെ കരിയറിന്റെ എൻഡാണ്. 2027 ഏപ്രിലാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവരുടെ റിട്ടയർമെന്റ്. അപ്പോൾ ആ അവസാന ഒരു വർഷം തികച്ചില്ല, ഇനി 11 മാസമേ ഉള്ളൂ അവരുടെ മുന്നിൽ. അപ്പോൾ ആ മാസങ്ങളിൽ അവരെ കൊണ്ടുപോയിട്ട് ഒതുക്കുകയല്ലേ ചെയ്തത്? അതിനുള്ള മറുപടി എന്താണ്? അങ്ങനെ ഒതുക്കുകയാണ് എന്നായിരുന്നെങ്കിൽ ഇന്നത്തെ ഹൈക്കോടതി ഉത്തരവ് ഇങ്ങനെയാകുമായിരുന്നില്ലല്ലോ. ഹൈക്കോടതി അവർക്ക് സ്റ്റേ കൊടുക്കുമായിരുന്നല്ലോ. ഇന്ന് ഹൈക്കോടതി എന്തുകൊണ്ടാണ് ഇതിൽ സ്റ്റേ കൊടുക്കാതിരുന്നത്? നിങ്ങൾ ട്രൈബ്യൂണലിൽ ട്രൈബ്യൂണലിൽ അതിന്റെ വിശദമായ വാദം നടത്തിക്കോളൂ എന്നല്ലേ പറഞ്ഞത്? അല്ലല്ല മെറിറ്റിലേക്കൊന്നും കടന്നിട്ടില്ല. പക്ഷേ എന്തുകൊണ്ടാണ് സ്റ്റേ കൊടുക്കാതിരുന്നത്? സ്റ്റേ കൊടുക്കാതിരുന്നത്? അല്ല, അങ്ങനല്ല. കോടതി സ്റ്റേ കൊടുക്കുന്നതിനെ പറ്റി ആലോചിക്കാതിരുന്നത് ഡോക്ടർ മീനാക്ഷി ചുമതല ഏറ്റെടുത്തത് കൊണ്ടാണ്. അപ്പോൾ അവിടെ ചാർജ് എടുത്ത മീനാക്ഷിക്കുമുണ്ട് ഒരു നീതി, നീതിയും ഒക്കെ ഉദ്യോഗസ്ഥർക്കുണ്ട്. അതുകൊണ്ട് അതുകൂടി കണക്കിൽ നമ്മൾ വികാരപരമായിട്ടല്ല ലക്ഷ്മി ഇതിനെ കാണേണ്ടത്. വികാരപരമായിട്ടല്ല കണ്ട വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ വികാരപരമായിട്ടല്ല ഇതിനെ കാണേണ്ടത്. അല്ല എന്തുകൊണ്ടാണ് സ്റ്റേ കൊടുക്കാതിരുന്നത്? നാച്ചുറൽ ജസ്റ്റിസ് ഉണ്ട്. അല്ല, അവിടെ ഡോക്ടർ മീനാക്ഷി ചാർജ് എടുത്തു. മീനാക്ഷി ആ പദവിയിൽ ഇരിക്കുകയാണ്. മീനാക്ഷിയെ കോടതി ഇതുവരെ കേട്ടിട്ടില്ല, അവർക്ക് നോട്ടീസും അയച്ചിട്ടില്ല. അത് മാത്രമല്ല, എനിക്ക് തോന്നുന്നു സിവിൽ സർവീസ് ചട്ടമുണ്ട്. ഈ സ്ഥലമാറ്റവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഒരു എക്സിക്യൂട്ടീവ് പവർ ഉണ്ട്. അപ്പം കോടതി നോക്കുന്ന ആ ഒരു നിയമം കൂടെ കോടതി നോക്കിയിട്ട് ഈ കേസിന്റെ മെറിറ്റും പൊളിറ്റിക്കൽ സാധനങ്ങളും അവിടെ നിൽക്കട്ടെ. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒരു എക്സിക്യൂട്ടീവ് പവർ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്താണ്. കോടതി അത് നോക്കിയിട്ടുണ്ടാവണം. പിന്നെ ഈ പറഞ്ഞ പോലെ ഡെപ്യൂട്ടേഷൻ കാലാവധി എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. അപ്പോൾ വളരെ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾക്ക് അത് പോയിട്ടുണ്ട്. അതല്ലാതെ ഈ പറഞ്ഞ പോലെ ഒരു മെറിറ്റിലേക്ക് കോടതി പോയിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ നിയമം അനുസരിച്ച് നോക്കുമ്പോൾ കോടതിക്ക് പ്രത്യേകിച്ച് പിന്നെ ഈ പാൻഡമിക് സിറ്റുവേഷൻ കൂടിയാണ്, ഇത് രണ്ടും നോക്കിയിട്ടായിരിക്കില്ലേ പോയിട്ടുണ്ടാവുക? അല്ല അത്രേ പറഞ്ഞുള്ളൂ. നമ്മളിതിനെ വികാരപരമായി കാണേണ്ടതില്ലെന്നാ പറഞ്ഞത്. അല്ല, ഞാൻ പറഞ്ഞത് അതാണ്. ഇപ്പോ അവിടെ ഒരാൾ ചാർജ് എടുത്തു, ആ ചാർജ് എടുത്ത ആള് അവിടെ ചുമതലയേറ്റു. അവർക്ക് പറയാനുള്ളത് കോടതി കേട്ടിട്ടില്ല. വികാരമൊന്നുമില്ല, ഞാൻ എന്റെ വസ്തുത പറഞ്ഞെന്നുള്ളേ ഉള്ളൂ. അല്ല, ഇതില് പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഈ ഉദ്യോഗസ്ഥരെ അങ്ങോട്ട് മാറ്റുക. ജോഷി കുറച്ച് വൈകാരികമായി പ്രതികരിക്കുന്നുണ്ടോ എന്നാണ് എന്റെ സംശയം. അല്ല, എനിക്ക് ഈ പറയുന്ന വ്യക്തികളെ ആരെയും പരിചയമില്ല. എനിക്ക് ഇവരെ ആരെയും പരിചയമില്ല, ഞാൻ കണ്ടിട്ട് പോലുമില്ല. പക്ഷെ ഞാൻ എന്റെ വസ്തുതകൾ പരിശോധിച്ച് വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ സംസാരിക്കുന്നത്. എനിക്ക് ഇത്തരം വിഷയങ്ങളൊന്നും ഞാൻ എന്നെ വൈകാരികമായി എടുക്കുന്ന ഒരാളല്ല. അതിന്റെ ആവശ്യമില്ല. ഞാനുമായി എന്തെങ്കിലും വ്യക്തിപരമായി വൈകാരികം എന്ന് പറഞ്ഞുകൊണ്ടാണ് നേരത്തെ ലക്ഷ്മി എനിക്ക് വൈകാരികം എന്ന് പറഞ്ഞുകൊണ്ടാണ് അല്ല, എനിക്ക് തോന്നുന്നു വിജയകുമാർ പറഞ്ഞ ആ പോയിന്റ് ഭയങ്കര കാരണം. ഇത് UDF-ന്റെ കാലത്ത് UDF-ഉം LDF-ന്റെ കാലത്ത് LDF-ഉം ചെയ്യും. അതുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധമൊന്നും LDF പറയേണ്ടായെന്നുള്ളൊരു കാര്യമുണ്ട്. ഇതങ്ങ് സമ്മതിക്കുന്നതാണ് നല്ലത്. ഞങ്ങൾക്ക് ഇഷ്ടമില്ലാത്തവരെ ഞങ്ങളങ്ങ് മാറ്റുന്നു. നിങ്ങൾ വരുമ്പോഴും നിങ്ങൾ അങ്ങനെ ചെയ്യുമല്ലോ എന്നുള്ളൊരു സിമ്പിൾ ലോജിക്കാണ്. ജോഷി പറയുന്നത് അല്ല, ഈ ട്രൈബ്യൂണലിലെ ഹർജി എന്ന് പറയുന്നത് ഈ മറ്റേ കോടതി കേസ് പോലെ 12 കാലം നീണ്ടു നിൽക്കുന്നതല്ല. ഒരു 2 ആഴ്ച മതി. 2 ആഴ്ച കൊണ്ട് തീരുമാനം വരും. ഈ ട്രൈബ്യൂണലിലെ ഹർജികളുടെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത അതാ. 2 ആഴ്ച കൊണ്ട് തീരുമാനം വരും. നമുക്ക് കാണാമല്ലോ. അല്ല, ഞാൻ പറഞ്ഞത് ആരോഗ്യ വകുപ്പിലെ മാത്രം വെച്ച് നമ്മൾ പറയണ്ട. ഈ മറ്റെല്ലാ വകുപ്പിലും നോക്കി, എല്ലാ വകുപ്പിലും അഴിച്ചുപണി നടക്കുന്നുണ്ട്. അഴിച്ചുപണി നടക്കുകയാണ് ഇവിടെ. അതെ, അല്ല സുഹൃത്തെ, അഴിച്ചുപണി എന്നുള്ളത് മാത്രമല്ല, ഇവിടെ ഇത് കഴിഞ്ഞിട്ടില്ല. ഇത് തീർന്നുവെന്ന് ആരാണ് പറഞ്ഞത്? അല്ല, പോലീസൊക്കെ അവിടെ നിൽക്കട്ടെ. നമുക്ക് ആരോഗ്യത്തെക്കുറിച്ചല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപർണ, ഇപ്പോൾ ഈ ട്രൈബ്യൂണലിലെ പ്രധാനപ്പെട്ട ഹർജിയെക്കുറിച്ച് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ പ്രധാനപ്പെട്ട ഹർജിയിൽ തീർപ്പായിട്ടില്ല. ആ പ്രധാനപ്പെട്ട ഹർജി ട്രൈബ്യൂണലിൽ കൊടുത്തിട്ടുള്ള താൽക്കാലിക സ്റ്റേ മാത്രമാണ് ഇവിടെ തീർന്നിരിക്കുന്നത്. അപ്പോൾ സ്ഥലം മാറ്റത്തിനെതിരെ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൽ KAT-യിൽ ഡോക്ടർ റീന ഫയൽ ചെയ്ത പ്രധാനപ്പെട്ട ഹർജിയിൽ വിശദമായ വാദം നടന്ന ശേഷമായിരിക്കും അന്തിമ വിധി. ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് ഒരു താൽക്കാലിക ആശ്വാസം. ഇതാണ് തമാശ. ഇതിങ്ങനെ ഒരു കോടതിയിൽ ഒരു യുദ്ധം നടത്താനുള്ള സമയം തൽക്കാലം സംസ്ഥാന
സർക്കാരിന് ഉണ്ടായിരുന്നില്ല. അതായിരുന്നില്ല സ്ഥിതി. ഇതൊന്ന് കഴിഞ്ഞിട്ടെങ്കിലും ആകാമായിരുന്നു. എന്ത് പക വീട്ടിലും ഇങ്ങനെ ജനങ്ങൾ പനിക്കടക്കിൽ കിടന്ന സമയത്തല്ല ചെയ്യേണ്ടത്. അതിന്റെ പേര് വകതിരിവെന്നാണ്. ആ വകതിരിവ് കാണിക്കാമായിരുന്നു. അതിനുശേഷം ഇത്രയും സമയം കോടതിയിൽ ഒരു പോരാട്ടത്തിൽ നിൽക്കരുതല്ല. സർക്കാർ എങ്ങനെയാ പോകാതിരിക്കുക? സർക്കാർ എതിർകക്ഷിയല്ലേ? എന്താ പറയുന്നത്? സർക്കാർ എതിർകക്ഷിയല്ലേ ഇതില്? സർക്കാർ എതിർകക്ഷിയല്ലേ? അല്ലല്ല, സർക്കാർ എതിർകക്ഷിയാണ്. പോസ്റ്റിൽ പുതിയ ആളെ കൊണ്ടുപോയി നിയമിച്ചിട്ടുണ്ട്. സർക്കാർ എതിർകക്ഷിയാണ്. അല്ല, സർക്കാർ എതിർകക്ഷിയല്ലേ? അവർ അപ്പീൽ പോയി എന്താണ്? പുതിയ ആളെ സ്ഥിരമായ ആളെ നിയമിച്ചിട്ടില്ല. പുതിയ സ്ഥിരം ആരോഗ്യ വകുപ്പ് ഡയറക്ടർ വന്നിട്ടില്ല ജോഷി. ഈ പനി പിടിച്ച ജനങ്ങളുടെ കാര്യം നോക്കിയിട്ട് ഇത്തിരിയും കൂടെ കഴിഞ്ഞിട്ട് ഈ പകരം വീട്ടിൽ പോരായിരുന്നില്ലേ എന്ന് ഞാൻ ചോദിച്ചുള്ളൂ. ഇത് ഈ നാടകമൊക്കെ നടത്തായിരുന്നേ. ഒരു ഇച്ചിരി അങ്ങോട്ട് കഴിഞ്ഞോട്ടെ, ആ ജനങ്ങളൊക്കെ ആ പണിക്കിടക്കൊന്ന് എണീറ്റോട്ടെ, എന്നിട്ട് പോകാമായിരുന്നില്ലേ എന്ന് ഞാൻ ഉദ്ദേശിച്ചു. അത് ജോഷി വിഷയമായി വന്നിട്ടേ ഇല്ല. അതെ, അത് അത്രേ ഉള്ളൂ. കാര്യം നടന്നാൽ മതി. വെറുതെ കുറ്റം പറയണ്ട. കാര്യം നടക്കണം. അല്ലാതെ കേസിന് കൊടുക്കുന്ന സർക്കാർ കാര്യം നടത്താൻ സമയമുണ്ടോ എന്നുള്ളത് മാത്രമേ. എന്തായിരിക്കാം മീനാക്ഷിയെ സ്ഥിരം പോസ്റ്റിലേക്ക് വിളിക്കാത്തത്? എന്തിനായിരിക്കാം ഈ താൽക്കാലിക പോസ്റ്റ്? അതിന് വേറെ നടപടികളുണ്ട്. ഒരുപക്ഷെ അവരെ പരിഗണിക്കാം. നടപടിക്രമങ്ങൾ ഉണ്ടായിരിക്കാം. പുതിയ സ്ഥിരം ഡയറക്ടറെ കണ്ടെത്താൻ സെലക്ഷൻ പ്രോസസ് ഉണ്ട്. അടിയന്തര സ്വഭാവത്തോടെ അതിന് സെലക്ഷൻ പ്രോസസ് ഉണ്ട്. അതല്ലേ സുജയ? അപ്പോ ആ സെലക്ഷൻ ഒരു സെലക്ഷൻ കമ്മിറ്റി വെക്കണം. അതാണ് ആ സെലക്ഷൻ. ആ സെലക്ഷൻ അതല്ല, ഞാൻ പറഞ്ഞോട്ടെ. ആ സെലക്ഷൻ പ്രോസസ് വരെയുള്ള സമയം സെലക്ഷൻ കമ്മിറ്റി വെക്കണം. എന്നിട്ട് പോരായിരുന്നോ ഒരു DHS ആ പൊസിഷനിലേക്ക് വെക്കുന്നത്? അപ്പോൾ അവിടെ ഉള്ള ഒരു സ്ഥിരം ഉദ്യോഗസ്ഥയെ മാറ്റിക്കൊണ്ട് ആ സെലക്ഷൻ പ്രോസസ് നടത്തേണ്ട എന്ത് കാര്യമാണ്? സാധാരണഗതിയിൽ ആ സെലക്ഷൻ ഡിസ്ക്രിഷണറി പവർ ഉണ്ടെന്നേ, സർക്കാരിന്റെ ഡിസ്ക്രിഷണറി പവർ ഉണ്ട്. അത് ഉപയോഗിച്ചുകൊണ്ടാ ചെയ്തത്. അല്ലല്ല, സർക്കാരിന്റെ ഡിസ്ക്രിഷണറി പവർ ഉണ്ട്. അത് കൃത്യമായി ഉപയോഗിക്കണം എന്നുള്ളതാണ് ജോഷി. ശരി, നമുക്ക് ഈ വിഷയത്തിൽ അടുത്ത ദിവസവും ചർച്ച ചെയ്യേണ്ടി വരും. കാരണം സുപ്രീം കോടതിയെ സമീപിക്കാം. ഡോക്ടർ KJ റീനയ്ക്ക് അതുപോലെ KATയുടെ മുന്നിലുള്ള പ്രധാനപ്പെട്ട ഹർജിയിലെ വാദം തുടരും. ജോഷി, സമയം അവസാനിക്കുകയാണ്. ബാക്കി നാളെ പറയാം. ഇന്നത്തെ ബിഗ് എഡിറ്റോറിയൽ പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം കാണാം. പാരായണം. നമസ്കാരം.